وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, വളരെ മഹത്തായ ഒരു വിഷയത്തിൻ്റെ പ്രമാണ നിബദ്ധമായ ഒരു പ്രഭാഷണം നമ്മുടെ മനസ്സുകളെ തട്ടിയുണർത്തുന്ന വൈജ്ഞാനികമായ ഒരു സദസ്സ്. എക്കാലഘട്ടത്തിലും പടച്ചോനെ ഏറെ ഇഷ്ടമുള്ള ഒരു വിഷയം. ആരാണ് അല്ലാഹു? എന്താണ് ഖുർആൻ? എത്ര മനോഹരമാണ് നമ്മളുടെ വിഷയത്തെ തിരഞ്ഞെടുത്തത്. ആരാണ് അല്ലാഹു? ആരാണ് അല്ലാഹു? എന്താണ് ഖുർആൻ? മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് കവാടങ്ങളിൽ ആരെങ്കിലുമൊക്കെ അലസമായി നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലെ കസേരയിലേക്ക് വന്നിരുന്ന് ശ്രദ്ധിച്ച് കേട്ട് ഏറ്റവും നല്ലതിനെ പിൻപറ്റി പടച്ചവനെ, നാളെ നിന്റെ മാശറയിൽ നരകത്തിൻ്റെ അഗ്നിനാളങ്ങൾ നക്കിത്തുടക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ റബ്ബേ നീ എന്നെ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മാനസികമായി ഒരുപാട് വേദനകളുടെ നടുവിലാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ആ വേദനകളെല്ലാം പുണ്യകരമായി ഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൻ്റെ വേദന പുണ്യദായകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരീക്ഷണങ്ങൾ കണ്ടിന്യൂസിംഗ് പ്രോഗ്രാമായി മുസ്ലിങ്ങൾക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല, ബൈലക്സിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടോ? ഇല്ല. ഓക്കെ.
സഹോദരങ്ങളെ, ഗൗരവമായി ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന് അള്ളാഹുവിനെ അറിയാത്ത ഒരു സമൂഹം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? പടച്ചതമ്പുരാനെ അറിയാത്ത ഒരു സമൂഹം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നത്. അള്ളാഹ്നറിയാത്ത ഒരു ജനപദവും ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടില്ല. നാട്ടിലെ ഒരു അമുസ്ലിം പോലും അള്ളാഹ്നെ അറിയാത്തതായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താണ് യഥാർത്ഥത്തിലുണ്ടായ പ്രശ്നം? എന്താണ്? അള്ളാഹ്നെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് കുഴപ്പം. ഇത് ഞാൻ പറയുന്നതല്ല. ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള ഒരു മനോഹരമായ മറുപടിയിൽ നിന്ന് നമ്മുടെ വിഷയത്തിന്റെ പ്രാരംഭം കുറിക്കാം. നമുക്ക് എല്ലാവരും ഫോണൊക്കെ സൈലന്റിലാക്കുക, ഒന്നെങ്കിൽ ഓഫാക്കുക, അല്ലെങ്കിൽ സൈലന്റ് ഓപ്ഷനിലേക്ക് പരിവർത്തിപ്പിക്കുക. ഒരാളുടെ മൊബൈലും ഇനി അറിയാതെ ഇനി സദസ്സിൽ ശബ്ദിക്കരുത്. മറന്നുപോയിട്ട് ഒരാളുടെ ഇത് സൈലന്റ് അല്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. പറഞ്ഞു ഇനി ഇത് അനുസരിക്കുക. എനിക്ക് വേണ്ടിയല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി. മൊബൈൽ സൈലന്റ് ആക്കാൻ അറിയാത്ത സാധാരണക്കാരും ഉണ്ടാവും. അവർ തൊട്ടടുത്തുള്ള ആളെടുത്ത്, മോനെ കുഞ്ഞുമോനെ ഇതൊന്ന് സൈലന്റ് ആക്കി തന്നെ. പിന്നെ ഇന്ന് ലോകത്തെ എല്ലാ കുരുത്തക്കേടും മൊബൈലിലാണ്. എല്ലാം അറിയാം എല്ലാവർക്കും. പ്രായം ചെന്ന കുറച്ച് ആളുകൾക്ക് ഇങ്ങോട്ട് വന്ന അലോ അലോ എന്ന് ചെല്ലാനും അറിയാം. അതുകൊണ്ട് അതൊരു സൈലന്റ് ആക്കി ശ്രദ്ധിക്കുക. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബലന. നമ്മുടെ മാർഗത്തിൽ ആരാണോ അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെടുന്നത്, മത്സരിക്കുന്നത്, തീർച്ചയായും അവർക്ക് നാം ഹിദായത്തിന്റെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ, വൈവിധ്യങ്ങളായ പ്രവേശന കവാടങ്ങളിലൂടെ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖുർആനിലെ 29-ാം അധ്യായം 69-ാമത്തെ വചനമാണ്. അധ്വാനം ഉണ്ടാകണം. പടച്ചോനെ നീ എന്നെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് മനസ്സ് തട്ടി പ്രാർത്ഥന ഉണ്ടാവണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു വിശ്വാസിയെ മരിക്കുന്നതുവരെ അല്ലാഹ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിപ്പിക്കുന്നത് എന്തിനാ? ഒരു മുസ്ലിം തൗഹീദ് സ്വീകരിച്ച ഒരു മുസ്ലിം പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറയണോ? നേരായ പാതയിൽ ഞങ്ങളെ നയിക്കണേ പടച്ചോനെ എന്ന് അയാൾ പിന്നെ പറയണോ? പറയേണ്ടതുണ്ട് എന്നാണ് ലോകത്ത് കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാവുക. അങ്ങനെ പറയേണ്ടതുണ്ട്. അങ്ങനെ പറയിപ്പിക്കുന്നത് പിശാച് മനുഷ്യനെ വിടുവോ ജീവിതത്തിൽ? നിങ്ങൾ എന്താ മനസ്സിലാക്കി? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മരണവേളയിലെ ഒരു സംഭവം പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ മരിക്കുന്ന മക്കൾ ഉറപ്പാക്കി. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മകൻ അബ്ദുള്ള തൊട്ടടുത്തിരിക്കുകയാണ്. സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരും എല്ലാം ശ്രദ്ധിക്കുക. അറിവ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഏതൊരു ചെറിയ മനുഷ്യന്റെ അടുത്തൊന്നും ഉണ്ടാവും ഒരു നല്ലൊരു അറിവ്. ഏതൊരു വലിയ മനുഷ്യനുണ്ടാവും ഒരു പോരായ്മ, അല്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മകൻ അബ്ദുള്ള തൊട്ടടുത്തിരിക്കുന്നു. ഒരു തുണിക്കഷ്ണം ഇങ്ങനെ കീറിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ബാപ്പ മരിച്ച അപ്പ താടി കെട്ടാന്. അപ്പൊ അതൊരു സുന്നത്താണ് എന്ന് മനസ്സിലായി. എത്ര നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ഒരു സംഭവമാണ്, ഹദീസിലുള്ളതാണ്. താടി ഒന്ന് കെട്ടണം. അതിങ്ങനെ വായ തുറന്നു നിൽക്കാതിരിക്കാനാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലേ. പല്ലും വായൊക്കെ അടഞ്ഞിരിക്കണം, ചുണ്ടൊക്കെ ഒന്ന് പൂടിയിരിക്കണം, മരിച്ചു കിടക്കുമ്പോൾ ഒരു മര്യാദ ഉണ്ടാവണം എന്നുള്ള നിലക്ക് റസൂലിനെ അള്ളാഹ് പഠിപ്പിച്ചൊരു സംഗതി. അവര് തുണിയൊക്കെ പിടിച്ചിട്ട്, ഒരു തുണിക്കഷ്ണമൊക്കെ പിടിച്ചിട്ട് അബ്ദുള്ള ഇങ്ങനെ ബാപ്പാന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബാപ്പ അബോധാവസ്ഥയിലേക്കായി. അബ്ദുള്ള വിചാരിച്ചു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി എന്ന എന്റെ ബാപ്പ മരിച്ചു. അതുകൊണ്ട് ഇങ്ങനെ കയറ് കെട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് ബാപ്പാക്ക് ബോധമുണ്ടായി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇല്ല
ഇല്ല ഇല്ല എന്നിങ്ങനെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ മകൻ ബാപ്പാന്റെ വായുടെ നേരെ ചെവി ഇങ്ങനെ വെച്ചിട്ട് ചോദിച്ചു, ബാപ്പാ എന്താ ഇല്ല ഇല്ല എന്നിങ്ങനെ പറയണത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയണം, മോനെ എന്റെ കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് പിശാച് എന്നോട് ഇങ്ങനെ പറഞ്ഞു മോനെ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ വാക്കുകളാണ്. മോനെ, ആ ജന്മശത്രുവായ ഇബ്ലീസ് എന്റെ കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു മോനെ. എങ്ങനെ പറഞ്ഞു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ, നിങ്ങൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് എന്നോട് ഇബ്ലീസ് പറഞ്ഞു. മോനെ, മരണവേളയിൽ ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എന്നിൽ കിബറുണ്ടാക്കാനാണ്. പിശാചിനെ തോൽപ്പിച്ച ആളാണ് ഞാൻ എന്നെന്റെ മനസ്സിൽ അഹങ്കാരത്തിന്റെ ഒരു തരിമ്പുണ്ടാക്കാൻ മരണവേളയിൽ പോലും ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ, അപ്പൊ ഞാൻ ഇബ്ലീസിനോട് ഇല്ല, അങ്ങനെ അഹങ്കാരത്തിന്റെ തരിമ്പ് എന്റെ മനസ്സിലുണ്ടാക്കാൻ നിനക്ക് കഴിയില്ല എന്ന് ഞാൻ അവന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, സ്റ്റേജിലിരിക്കുന്നവരും സദസ്സിലുള്ളവരും ഒക്കെ മനസ്സിലാക്കുക, പിശാച് മരണവക്രത്തിൽ കിടന്നിട്ട് ആത്മാവിനെ മലക്കുൽ മൗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടോണ വരെ ഓനോന്റെ ശ്രമം തുടങ്ങി. ഈ ശ്രമം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം നമുക്ക് ചില വിഷയങ്ങൾ ഗൗരവമായി പഠിക്കാൻ. ഒരു ഓഡിറ്റോറിയം, അതും ശക്തമായ ഒരു മഴക്കാലം, എന്തുകൊണ്ടും അനുഗ്രഹമാണ്. മനസ്സൊക്കെ തണുത്ത് ശാരീരികമായ ഒരു തണുപ്പൊക്കെ ഏർപ്പെടുന്ന ഒരു സമയത്ത് ഗൗരവമായ ഒരു വിഷയത്തിന്റെ അവതരണം ഉണ്ടാവുമ്പോൾ ശരിക്കും പിന്നെ ഒരു കാര്യം എല്ലാവരും ഓർക്കുക. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമുക്ക് നമ്മുടെ ജീവിതത്തെക്കാൾ വീട്ടിൽ മരണങ്ങൾ നടക്കാറുണ്ട്. ബാപ്പ മരിച്ചാല് 3 ദിവസത്തിലധികം ദുഃഖിക്കാൻ പാടില്ല നമുക്ക്. എല്ലാവർക്കും അറിയാലോ, വീട്ടിൽ ആരെ എന്ത് മരണം നടന്നാലും 3 ദിവസമാണ് ദുഃഖത്തിൽ പങ്കുചേരൽ. അത് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അതിലപ്പുറത്തേക്ക് വേണ്ട ഒരു വിശ്വാസിക്ക്. കാരണം അള്ളാഹ് വിളിക്കുന്നുള്ള നിങ്ങൾക്ക് അറിയില്ലേ? അതിന്റെ പേരിൽ 3 ദിവസത്തിലധികം ഒന്നും അതുകൊണ്ടാണ് 3 ദിവസം അനുവദിച്ച്. മനുഷ്യനാണ്, ഫീലിംഗ് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂല്, വഹയുള്ള റസൂലാണ് 3 ദിവസം മതി. പക്ഷേ ബാപ്പയും ഇമ്മയും മരിച്ചതിനേക്കാൾ വലിയ ദുഃഖം ഇന്ന് നമുക്കൊക്കെ അല്ലേ? നമ്മളെ കുറിച്ച് ഓർത്ത്, നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ ഓർത്ത് അല്ലേ? ആ ദുഃഖം ഏതെങ്കിലും ഒരു സെക്കൻഡിൽ വിട്ടുമാറുമോ? ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നമ്മളെ നിസ്കാരം പോലും ഇപ്പൊ ബാത്തിലാണ് എന്ന് തോന്നിപ്പോവാറുണ്ട് എനിക്ക്. കാരണം ചിന്ത വേറെയാണ് എല്ലാവരുടെയും അല്ലേ? ഒരു വലിയ പരീക്ഷണമാണ്. അപാരമായ ഒരു പരീക്ഷണത്തിന് അല്ലാഹു നമ്മളെ വിധേയമാക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഘട്ടത്തിൽ മനസ്സിനെ അഗാധമായി കേന്ദ്രീകരിച്ചു നിർത്തി, എനിക്ക് സ്വർഗം നഷ്ടപ്പെടരുത്, എന്തൊരു പരീക്ഷണം ഖൈറ് കൊണ്ടും ശർറ് കൊണ്ടും എന്റെ നാഥൻ എനിക്ക് നൽകിയാലും അതിലെല്ലാം ഞാൻ വിജയിക്കും, പരാജയപ്പെടാൻ ഞാൻ അവസരം ഉണ്ടാക്കില്ല. ഇത് എനിക്കൊരു പരീക്ഷണമാണ്. ഞാനെന്ന മുജാഹിദിന് ഇതൊരു പരീക്ഷണമാണ്. ഞാനെന്ന അബ്ദുൽ ജബ്ബാറിന് ഇതൊരു പരീക്ഷണമാണ്. ഞാനെന്ന അബ്ദുൽ അസീസിന് ഇതൊരു പരീക്ഷണമാണ്. ഞാനെന്ന അബ്ദുൽ കരീമിന് ഇതൊരു പരീക്ഷണമാണ്. ആമിനക്കും ആയിഷക്കും ഒക്കെ ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ ബാധിക്കുന്നതായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് വളരെ വിനയപ്പെട്ട്, ആവതുണ്ടായിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്, ആരോഗ്യം അനുവദിച്ചിട്ടല്ല ഇപ്പൊ പ്രസംഗിക്കുന്നത്, മനസ്സ് നിൽക്കാത്തത് കൊണ്ടാണ്. മനസ്സ് നിൽക്കുക ഒരു മുജാഹിദിനെ ഫളല്ലാഹുൽ മുജാഹിദീന, അല്ല മുജാഹിദുകളെ ശ്രേഷ്ഠരാക്കി. കാരണം അവർ കായിദീങ്ങളല്ല എന്നാ. കായിദീങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ ചടഞ്ഞു കുത്തിരിക്കുന്ന ഏർപ്പാട് ഓൽക്ക് ഉണ്ടാവില്ല. സൂറത്ത് നിസായിൽ അല്ല പറയാൻ 95 മുതൽ 97 വരെയുള്ള വചനം ഇങ്ങനെ വായിച്ചാൽ കാണാം. അവരിങ്ങനെ ചടഞ്ഞുകൂടി ഒരു മൂലയിലിരുന്ന് തിന്നും കുടിച്ചും ഭോഗിച്ചും ചിരിച്ചും കളിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും പരിഹസിച്ചും അന്യന്റെ ഇറച്ചി തിന്നും, കിണ്ടല കണക്കിന് ഇറച്ചി തിന്ന് തേറ്റ മുഴുവനെ ഇറച്ചിയാക്കി അങ്ങനെ ജീവിക്കണവരല്ല അവര്. അവരേറെ സടകുടഞ്ഞെഴുന്നേറ്റ് പ്രവർത്തിക്കുന്നവരാകുന്നു എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറയണം. അതുകൊണ്ട് എന്റെ വിഷയത്തിന്റെ മർമ്മഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടുകൂടി പറയാൻ, ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങളിൽ പലരും വരും. നാളെ നിങ്ങൾ മരിച്ചാൽ എനിക്ക് എത്തിപ്പെടാൻ കഴിയെങ്കിൽ ഞാൻ വരും. ആ മയ്യത്ത് നിസ്കരിച്ചു പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ അമലുകളുടെ എന്ത് പാതേയമാണ്
എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്ക്. പടച്ച തമ്പുരാനിലേക്ക് ആ ആത്മാവ് നിർവൃതിയടഞ്ഞ് പടച്ചോനിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരവസ്ഥയിലാണോ? അള്ളാന്റെ മലക്കുകളെ വിട്ടിട്ട് പറ, എന്റെ അടിമയോട് പറ, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തീ കുൻതും തുഅദൂൻ. എന്തിനാ മനുഷ്യനെ നീ ദുഃഖിക്കുന്നത്? എന്തിനാ നീ കഷ്ടപ്പെടുന്നത്? എന്തിനാ നീ ആകുലപ്പെടുന്നത്? വലാ തഖാഫു, നീ ഭയപ്പെടേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹുവിലേക്ക് സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമയായി നീ മടങ്ങിക്കോ എന്ന് ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന മുജാഹിദുകളെ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ കുറിച്ച് പറയുമോ? ഇതാണ് മൗലികമായിട്ട് ആലോചിക്കാനുള്ള കാര്യം. ഇത് മാത്രമേ ആലോചിക്കാവുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എവിടെ നിൽക്കുക, ഞാൻ പാടാരെ നോക്കും, എടാ സ്ഥാപനവും കാര്യവും ആളും അർത്ഥമൊക്കെ. റജ്ജാല് മുസൈലിമത്തുൽ ഖദ്ദാബ്, ഈ റജ്ജാൽ എന്ന് പറഞ്ഞാൽ നബീന്റെ ഒരു സ്വഹാബിയായിരുന്നു, പിന്നെ മുനാഫിക്കായി പോയി. സ്ഥാനവും മാനവും അധികാരവും ഒക്കെ കണ്ടപ്പോ പടച്ചോനെ എനിക്കൊരു റിയൽ എസ്റ്റേറ്റ് നടത്തണേ, മൂപ്പരിന്റെ കമ്പനി ആയിട്ട് ഉണ്ടാവണല്ലോ. മൂപ്പരിപ്പോ എവിടെ നിൽക്കണത്? അൽഹംദുലില്ലാ, എന്നാ പിന്നെ അവിടെ നിൽക്കുക. എന്റെ സ്വർഗം അതൊക്കെ പിന്നെ മരിച്ചതിന് ശേഷമുള്ള ഒരു സംഭവമല്ലേ. ഇവിടെ ഇപ്പൊ എനിക്ക് 5-6 പെൺകുട്ടികളുണ്ട്. ഇതാണ് മനുഷ്യനെ നയിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കരുതിക്കൊള്ളി, പരലോകത്ത് രക്ഷയില്ല കേട്ടോ. പരലോകത്ത് ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. മറിച്ചതല്ല, പടച്ചോനെ ഓർത്തിട്ട്, റബ്ബിനെ ഓർത്തിട്ട്, അല്ലാ എന്നൊരു ചിന്തയിൽ എങ്ങനെ ജീവിച്ചു വരുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, മുത്തഖികളായ. അനാതുഖാകും ബില്ലാഹ്, അനാതുഖാകും ബില്ലാഹ്, നിങ്ങളിൽ ഏറ്റവും പടച്ചോനെ സൂക്ഷിക്കുന്നത് ഞാനാണ്. അനാതുഖാകും ബില്ലാഹ്, റഹ്മാനായ റബ്ബിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഞാനാണ്. രാവെന്ന വ്യത്യാസമില്ലാതെ, പകലെന്ന വ്യത്യാസമില്ലാതെ. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. ചെറിയ സംഘത്തിൽ വെച്ച് നിങ്ങൾ പടച്ചവനെ ഓർക്കുക, വലിയ സംഘത്തിൽ വെച്ച് നിങ്ങളെ ഞാൻ ഓർക്കുന്നതാണ്. ഖുർആനിലെ 2-ാം അധ്യായം 182-ാമത്തെ വചനമാണ്. ഫൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച്, ആ അല്ലാഹു ചെയ്തു തന്ന അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്ത് മനോഹരമായ ഒരു വീടുണ്ടാക്കാൻ അല്ലാഹു അവസരം തന്നതൊന്ന് ഓർത്തു നോക്ക്. നല്ല ഡ്രസ്സ് ധരിക്കാൻ സൗഭാഗ്യമുണ്ടായി, ശീതീകരിച്ച കാറുമുണ്ടായി, നല്ല ബിസിനസ്സുകൾ ഉണ്ടായി, എല്ലാ സൗഭാഗ്യങ്ങളും തന്നു. അതുകൊണ്ട് പടച്ചോനെ ഓർക്കണേ, നന്ദിയുള്ളവരാകണേ. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. പടച്ച തമ്പുരാൻ നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനോട് നന്ദി കേട് കാണിക്കല്ലേ എന്ന് 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന മനസ്സുമായി ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹുവിനെ ധാരാളമായിട്ട് നിങ്ങൾ ഓർക്കണേ വിശ്വാസികളെ. പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞത്, എന്നെ നിങ്ങൾ ധാരാളമായി ഓർക്ക്. ഒരു ചെറിയ സംഘത്തിൽ വെച്ച് നിങ്ങൾ എന്നെ ഓർത്താൽ ഒരു വലിയ സംഘത്തിൽ വെച്ച് ഞാൻ നിങ്ങൾ ഓർക്കും. അതെവിടെയാ? ആ വലിയ സംഘം എവിടെയാ? മഹ്ശറയിലാണ്. ചെറിയ സംഘത്തിൽ വെച്ച് നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ ഓർത്തിട്ട് നിങ്ങൾ തിന്മേന്ന് മാറി നിന്നാൽ തീർച്ചയായും ഒരു വലിയ സംഘത്തിൽ വെച്ച് ഞാൻ നിങ്ങൾ ഓർക്കുമെന്ന് പറയുന്നത് ആരാ? റഹ്മാനായ റഹീമായ പരമകാരുണികനായ അളവട്ട ദയാപരനായ നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിച്ച ആകാശഭൂമികളുടെ തമ്പുരാനാണ്. നമ്മളോട് പറയും, നിങ്ങൾ എന്നെ ഓർക്കി മനുഷ്യരെ എന്ന് പറയും. അല്ലാഹുവിനെ മറന്ന വലിയൊരു ജനപദ ഇവിടെ ഉണ്ട്. പടച്ചോനെ മറന്നുപോയ വലിയൊരു ജനപദ ഇവിടെ ഉണ്ട്. ഓരോ നിമിഷവും ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് എന്താ? നിങ്ങൾ അല്ലാഹുവിനെ അറിയണം, പടച്ചോനെ മനസ്സിലാക്കണം, ആ പടച്ചോനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. അല്ലേ? നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണേ, പടച്ചോനെ ഓർക്കണേ. ആ റബ്ബിലേക്കുള്ള ക്ഷണമാണ് അമ്പിയാക്കളുടെ കാതലായ വശം. പ്രവാചകന്മാരെല്ലാം ലോകത്ത് വന്നു.
ഒരു ജനപദത്തിന്റെ മുമ്പിൽ അവർ എഴുന്നേറ്റ് നിന്നു. എന്റെ ജനങ്ങളെ, അല്ലാഹയല്ലാതെ നിങ്ങൾക്കൊരാരാധനക്കർഹനില്ല എന്ന് വിശുദ്ധ ഖുർആനാണ്. 7-ാം അധ്യായം 59-ാമത്തെ വചനമാണ്. നൂഹ് നബിയുടെ വാക്കാണ്. കാലയാ കൗമി, എന്റെ ജനങ്ങളെ, അല്ലാഹു മാത്രമാണ് നിങ്ങൾക്ക് ആരാധനക്കർഹൻ. അത് പറഞ്ഞിട്ട് നൂഹ് നബി പറയുകയാണ്, ഇന്നീ അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ട്. പടച്ചോന്റെ ശിക്ഷയെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ പടച്ചവനെ ഓർമ്മപ്പെടുത്താൻ അമ്പിയാക്കളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന്, ബീവിമാരിൽ നിന്ന്, മുനിമാരിൽ നിന്ന്, ശൈഖന്മാരിൽ നിന്ന്, മലക്കുകളെ ആരാധിച്ചതിൽ നിന്ന്, ജിന്നുകളെ ആരാധിക്കുന്നതിൽ നിന്ന് പടച്ച തമ്പുരാനെ ആരാധിക്കുന്ന ഒരു ജനപദത്തെ സൃഷ്ടിക്കാനാണ് ലോകത്ത് അമ്പിയാ മുർസലീങ്ങൾ വന്നത്. ആ അമ്പിയാ മുർസലീങ്ങളുടെ ദൗത്യം ഇതായിരുന്നു എന്ന് ഖുർആനിലെ 16-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ പറയുകയാണ്. വലക്കദ് ഊഹിയ ഇലൈക, തീർച്ചയായും പ്രവാചകരെ, സകല പ്രവാചകന്മാർക്കും നാം വഹി നൽകി. എന്താ വഹി നൽകിയത്? അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല എന്ന മഹത്തായ കാര്യമാണ്. മഹാനായ മൂസാ നബി തൂർസീന പർവ്വതത്തിന്റെ പരിസരത്തൂടെ സഫൂരിയയുടെ കൂടെ, ഭാര്യയുടെ കൂടെ, കുടുംബത്തിന്റെ കൂടെ വരുമ്പോ അങ്ങകലെ ഒരു പ്രകാശം കാണുകയാണ്. ഇരുട്ടത്തുള്ള യാത്രയാണ്. മൂസാ നബി പറയുകയാണ്, അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ഒന്നെങ്കിൽ മാർഗദർശനമായി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ വിളക്കുമായി ഞാൻ തിരിച്ചു വരും. അങ്ങനെ മൂസാ നബി തുവാ തായ്വരയിലെത്തിയപ്പോ, മൂസാ നീ തുവാ തായ്വരയിലാണ് മൂസാ, അതുകൊണ്ട് മൂസാ നീ തുവാ തായ്വരയിലാണ് മൂസാ, നിന്റെ ചെരുപ്പഴിച്ചു വെക്കണേ. ഇന്നനീ അനല്ലാ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ആ ഒരു കണക്ഷൻ നോക്കിങ്ങള്. മൂസാ വനഖ്തർതുക ഫസ്തമി ലിമാ യൂഹാ, ഞാൻ നിനക്ക് വഹി നൽകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ മൂസാ. പരിശുദ്ധമായ തുവാ തായ്വരയാണ് മൂസാ. ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോലും പരിശുദ്ധത കൽപ്പിക്കുകയും അവിടെ കയറാൻ ചെരുപ്പിടരുത് എന്ന് അല്ല വിലക്കുകയും ചെയ്തിട്ട് അവന്റെ പരിഭാവനമായ മസ്ജിദിൽ ചെരുപ്പിട്ട് കയറിയ മുസ്ലിയാക്കന്മാരുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് മൂസാ നബിയോട് അല്ല പറയുകയാണ്, ഇന്നനീ അനല്ലാ, മൂസാ ഞാനാണ് നിന്റെ റബ്ബ്, ഞാനാണ് അല്ല മൂസാ. ഏതൊരു പ്രഭാതത്തിലും നിങ്ങൾക്കറിയില്ലേ, സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ചെല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയിൽ ഒന്നിതാണ്, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ എന്ന് 3 തവണ പ്രഭാതത്തിലും 3 തവണ പ്രദോഷത്തിലും ചൊല്ലണം. അതിലൊന്നാമത്തെ കാര്യം എന്താ? റദീതു ബില്ലാഹി റബ്ബൻ, റബ്ബിനെ അല്ലാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ പ്രഖ്യാപനം ഏത് പ്രഭാതത്തിലും ചെല്ലേണ്ടവനാര്? ഒരു യഥാർത്ഥ മുസ്ലിം. ഒരു യഥാർത്ഥ മുസ്ലിം ഇത് ചെല്ലേണ്ടവനാണ്. മനസ്സിലായോ? പടച്ചോനെ വിട്ടിട്ട് ഏത് നിമിഷാ നമുക്കുള്ളത്? അല്ലാഹനെ വിടാൻ ഏത് സെക്കൻഡിലാ പ്രവാചകൻ നമ്മളെ അനുവദിച്ചത്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പൊ അന്ന് ആയിഷാ ബീവിയുടെ ഊഴമാണ്, ആയിഷാ ബീവിയുടെ ദിവസമാണ്. ഭാര്യമാർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം ഡിവൈഡ് ചെയ്ത്, ദിവസം ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയായിരുന്നു. നീതിബോധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്കാർക്കും പരാതിയില്ലാതെ, ആക്ഷേപമില്ലാതെ, അവർക്കാർക്കും മനസ്സിലൊരു ആ നിലക്കൊരു പ്രശ്നമില്ലാതെ റസൂലുള്ള അത് ക്രമീകരിച്ചു. അപാരമായിരുന്നു റസൂലുള്ള. ആ റസൂലുള്ളാനെ സ്നേഹിച്ചില്ല എന്നുള്ളതാണ്, ആത്മാർത്ഥമായി സ്നേഹിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം. അതെ, റസൂല് പഠിപ്പിച്ചെടുത്ത് അവിടെ നിൽക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചില്ല. ഇല്ല, അള്ളാന്റെ റസൂലിന്റെ ഒരു സുന്നത്തെടുത്തവനെ പരിഹസിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഗൗരവമായി ഓർക്കണം. ഇന്ന് കേരളത്തിലൊരു സ്ഥലത്ത് ഒരാളുടെ പ്രസംഗം ഞാനിങ്ങനെ ബൈലക്സ് കേൾക്കുകയാണ്. ഏത് ആളാ അത്? സുന്നത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിലൊരു മെമ്പറുടെ പ്രസംഗം ഇങ്ങനെ കേൾക്കുകയാണ്. എന്താ പ്രസംഗം? കാർൽ മാക്സിനും ഉണ്ടോ താടി, അതുകൊണ്ട് ഇജ്ജ് വലിയ താടി നീട്ടി വയലുകാരനുണ്ട്, കാര്യം ഇജ്ജ് മുശ്രിക്കാണ്. എന്നെപ്പറ്റി നടത്തിയൊരു പരാമർശം മെനയാന്ന് ഞാൻ മഞ്ചേരി പ്രസംഗിച്ചതിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രത്തിൽ നടന്നൊരു പ്രസംഗത്തിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?
എടോ, ഈ താടി നീട്ടി സെൽഫിയത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മട്ടുപ്പാവ് കയറിന്ന് വയല് കണ്ടും കാര്യമില്ല, ഈ മുശിരിക്കാളിൽ എന്താ ഇപ്പൊ ചെയ്യാൻ, കാർൽ മാക്സിനുള്ളടോ താടി എന്ന് ഞാനത് കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി അള്ളഹാനോട് ദ്വേരക്കാനാ തോന്നി. പടച്ചോനെ പുറത്തു കൊടുക്ക്, വിവരം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, വിവരം വെച്ച് അമല് ചെയ്യണ്ടേ. ആലോചിച്ചു നോക്കിയേ, ഒരു യഥാർത്ഥ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്ക് കാർൽ മാക്സിന്റെ താടിയോട് സുന്നത്തിന്റെ താടി ഉപമിക്കാൻ കഴിയും? നിഷേധിയായ, മദ്യപാനിയായ, ഭൂലോക നിഷേധിയായ ഒരു മനുഷ്യന്റെ താടിയെ സെലഫികളുടെ താടിയുമായി താരതമ്യം ചെയ്യാൻ കഴിയുമോ? ഈമാനുള്ളവർക്ക് കഴിയില്ല. അപാരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എവിടേക്കാണ്, എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശം, എന്താണ്, ആരാണ് യഥാർത്ഥത്തിൽ ഈ വസ്തുതയിൽ നിന്ന് ആയിഷ ബീവിയുടെ ഊഴ ദിവസം ഉണ്ടായ സംഭവത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു വിളിക്കുകയാണ്. അവിടെ ആയിഷ ബീവിയുടെ ഊഴ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വരുമ്പോ ആയിഷ ബീവി അല്പം റൊമാൻറ്റിക് മൂഡിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താ പറയുന്നത്, ഇന്ന് അങ്ങയുടെ മാറിടത്തിലേക്ക് തലചായിച്ച് ഒന്ന് കിടക്കാനും ഉറങ്ങാനും ഒക്കെ എനിക്ക് പൂതിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ സംഗതി ശരിയാണ്, ഇന്ന് നിന്റെ ഊഴമാണ്, പക്ഷെ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ആയിഷ ഞാൻ. അതുകൊണ്ട് ആയിഷ, നീ ഒരു പായ എടുത്തിട്ട് ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആയിഷ, നീ ഒരു പായ എടുത്തിട്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. ഓതുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ 3 ആയത്ത് ആവർത്തിച്ച് ഒരു നിസ്കാരത്തിൽ ഫുള്ളായിട്ട് ആ 3 ആയത്ത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നബിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്, കണ്ണുനീരിങ്ങനെ ഒഴുകി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ട് ജുബ്ബക്കുപ്പായം കണ്ണുനീരിൽ ഇങ്ങോട്ട് കുതിർന്നിട്ട് ജുബ്ബയുടെ അറ്റത്തുനിന്ന് മുണ്ടിലേക്ക് ഇങ്ങനെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കിബിലക്ക് അഭിമുഖമായി അള്ളാഹുവിന്റെ റസൂല് ഇരുന്നിട്ട് കൈതലയണയാക്കി കാബത്തിന് നേരെ കിടന്നിട്ട് കരയൻ, കൈത്തണ്ടയിലൂടെ കണ്ണുനീര് മരുഭൂമിയിൽ അങ്ങനെ മണലൊക്കെ കണ്ണുനീരിൽ കുതിർന്ന് നബിയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനും മണലിൽ കുതിർന്ന് റസൂലുള്ളാഹ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. സുബയോടടുത്തു ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്നിട്ട് ആ ഷോൾഡർ ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എന്തു പറ്റി? ആരാ നിങ്ങൾ ഇങ്ങനെ കരയിച്ചത്? ആരാ നിങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കിയത്? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറയാണ്, ബിലാലേ, വിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ആ വചനമാണ് ബിലാലേ എന്നെ കരയിപ്പിച്ചത് കളഞ്ഞത്. ബിലാലേ, ആ വചനമേതാ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ദീർഘമായ നിസ്കാരത്തിൽ റസൂലുള്ളാഹി ഉരുവിട്ടുകൊണ്ടേയിരുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ റസൂല് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അവര് നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. നിന്നുകൊണ്ട് അവരല്ലാനെ ഓർക്കും, കിടന്നുകൊണ്ടും അവരല്ലാനെ ഓർക്കും, നടന്നുകൊണ്ടും അവരല്ലാനെ ഓർക്കും. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ. പടച്ചവനെ, ഈ ആകാശഭൂമിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പടച്ചവനെ, നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഈ പ്രാർത്ഥന, ഇത് വിശുദ്ധ ഖുർആനിലെ വചനമാണ്. ഇത് ഓർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി കരഞ്ഞത്. ഈ ആയത്ത് എത്ര തവണ ഞാനും നിങ്ങളും ഓതി നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒരു ആന്തോളനം സൃഷ്ടിക്കാൻ ഈ ദൈവീക വചനം കൊണ്ട് സാധിച്ചിട്ടുണ്ടോ?
ഇന്ന് ചെറുവിധ ചെറുവണം നടത്തുകയാണ്. എത്ര മുശ്രിക്കുകളെ മുവഹിദാക്കാൻ കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ഇന്നലകളിൽ മുജാഹിദ് പ്രസ്ഥാനം ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് മുജാഹിദുകൾ സ്റ്റേജ് കെട്ടുന്നത് എത്ര മുജാഹിദുകളെ മുശ്രിക്കാക്കാൻ കഴിയും, എത്ര പേരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇന്നലെ ഒരു മനുഷ്യനിൽ ഒതുക്കിയത് ഇന്നിങ്ങനെ എണ്ണുകയാണ്. ഇന്ന് പോലും നടന്നതാണ്. ഇന്ന് ഒരാളുടെ പേരെ പറഞ്ഞിരുന്നുള്ളൂ, ഇന്ന് പേരിന്റെ പട്ടിക ഇങ്ങനെ നീളുകയാണ്, പ്രാസംഗികരുടെ പട്ടിക ഇങ്ങനെ നീളുകയാണ്. അവരൊക്കെ മുശ്രിക്കാണ്, അവരൊക്കെ മുശ്രിക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനം മുശ്രിക്കുകളെ മുവഹിദാക്കാൻ വന്ന പ്രസ്ഥാനം ഇന്ന് മുവഹിദുകളെ മുശ്രിക്കാക്കുന്ന ഒരു ദൗത്യം ഉത്തരവാദിത്ത ബോധമുള്ളവർ ഏറ്റെടുത്ത് ലോകത്ത് നീളുകയാണ്. മനസ്സ് തട്ടിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, തൗഹീദിന് വേണ്ടി കഴിഞ്ഞ 27 കൊല്ലം അണുകിട വ്യതിചലിക്കാതെ ക്ഷേത്രാങ്കണത്തിൽ കയറി ചെന്ന്, ചർച്ചിന്റെ അങ്കണത്തിൽ കയറി ചെന്ന്, കുരിശ് നാട്ടിവെച്ചയിടത്തും വിഗ്രഹങ്ങൾ നാട്ടിവെച്ചയിടത്തും തൗഹീദ് പറഞ്ഞ ഈ ഉള്ളവനെ കുറിച്ച് ഇന്ന് നടത്തിയ പരാമർശത്തിലെ ഒരു പരാമർശം, താടി നീട്ടിയിട്ട് കാര്യമില്ല, മഞ്ചേരിയിലെ കെട്ടിടത്തിന്റെ മുകളിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, സെലഫിയത്തുണ്ടായിട്ട് കാര്യമില്ല, കാർൽ മാക്സിനും താടിയില്ലേ, ശിർക്കിലായി പോയല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരോടാ ഈ വാക്ക്? ഒരാള് മുശ്രിക്കല്ലെങ്കിൽ അയാളെ മുശ്രിക്കെന്ന് വിളിച്ചവൻ മുശ്രിക്കാണ്. അപ്പൊ ഞാനല്ല മുശ്രിക്ക്, അത് പറഞ്ഞവനാണ്, അത് പ്രസംഗിച്ചവനാണ്, അത് കേസറ്റ് വിൽക്കുന്നവരാണ്, അത് പ്രചരിപ്പിക്കാൻ പോകുന്നവരാണ്. അതിനെന്ത് താഴ്വഴികൾ സ്വീകരിച്ചാലും അപാരമായ പാതകമാണ്. ഒരിക്കലും ഒരു മുവഹിദായ മനുഷ്യന്റെ മനസ്സ് അംഗീകരിക്കാത്തതാണ്. ഞാൻ ഈ സദസ്സിലിരിക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഇരിക്കുന്ന ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. സമസ്തയായപ്പോ പടച്ചോനെ ഉൾക്കൊള്ളാത്ത കാലത്ത് അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ഈ സ്റ്റേജിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രായം ചെന്ന ബാപ്പാന്റെ പ്രായമുള്ള ആളുകളെ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ജിന്നേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവരുണ്ടോ? എന്തിനാ ഈ ആരോപണം? എന്തിനാ മഹത്തായ ഒരാദർശ പ്രസ്ഥാനത്തെ അനാവശ്യമായി നശിപ്പിക്കുന്നത്? ഞാൻ എന്റെ ലൈഫിൽ ഒരൊറ്റ മുജാഹിദിനെയും ഈ നിമിഷം വരെ കണ്ടിട്ടില്ല, നിങ്ങളിൽ ഒരാളും കണ്ടിട്ടില്ല. എന്തിനാ പിന്നെ ഈ ആരോപണം? ഏത് മുജാഹിദാടോ ജിന്നിനോട് പ്രാർത്ഥിച്ചത്? ഏത് മുജാഹിദാടോ വാഹനം തള്ളിത്താ എന്ന് പറഞ്ഞത്? ഏത് മുജാഹിദാ ജിന്നേ രക്ഷിക്കണേ, മൊയ്തീൻ ശേഖേ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞത്? എന്തിനാ പ്രിയപ്പെട്ടവരെ ശത്രു പറഞ്ഞുകൊണ്ടിരുന്നത്? നാം ഏറ്റെടുത്തില്ലേ? മടവൂരികൾ പറഞ്ഞത് നാം ഇന്ന് കൃത്യമായി. അതുകൊണ്ട് തന്നെ മടവൂരികൾക്ക് ഇപ്പൊ സ്റ്റേജില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിപ്പോ പ്രസംഗം നിർത്തി. അലീമൊല്ല പ്രസംഗിക്കാറില്ല, അബ്ദുൽ ലത്തീഫ് പ്രസംഗിക്കാറില്ല, അവർ നിർത്തിവെച്ചു. കാരണം അവരെക്കാൾ സംഘടിതമായി പറയേണ്ടവരെ കൊണ്ട് അത് പറയിപ്പിച്ചതിൽ വിജയിച്ച സന്തോഷത്തിന്റെ ബിരിയാണി തിന്നുകയാണ് മടവൂരികൾ. നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കണം, ഇത് ശരിക്കും മനസ്സിലാക്കണം. അബദ്ധം തിരിച്ചറിയണം. ആലിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജനറൽ സെക്രട്ടറിയാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് പണ്ഡിതനായാലും ഇതൊരാരോപണമാണ്. ഇത് ഞാനിവിടെ തുറന്നു പറയുകയാണ്. എനിക്ക് സഹിക്കാത്തത് കൊണ്ടാണ് മുജാഹിദുകളെ നല്ല തൗഹീദിന് വേണ്ടി ഫുൾ ടൈം ഒഴിഞ്ഞു വെച്ചവരെ ജീവിതത്തിൽ ഡേറ്റ് കൊടുത്തിട്ട് ഫോണെടുക്കാതെ കിടന്നുറങ്ങി പരിപാടിക്ക് പോകാത്ത ആളുകളെന്ന് ആരോപിക്കുകയാണ്. ഇവരൊക്കെ മുശ്രിക്കാണ് എന്ന് ആരോപണം നടത്തുകയാണ്. അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് ആവർത്തിച്ച് ഉള്ളവൻ പറയുകയാണ്. പടച്ചവനെ മനസ്സിലാക്കി നമ്മൾ പടപ്പുകളോട് തേടാറില്ല. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് പടപ്പിനോട് തേടിയിട്ടുണ്ടോ? മരുഭൂമിയിൽ പടപ്പിനോട് തേടിയിട്ടുണ്ടോ? വെള്ളത്തിൽ വീണപ്പോ തേടിയിട്ടുണ്ടോ? ഇല്ല എന്നത് ഉറപ്പാണ്. വെള്ളത്തിൽ വീണ സുന്നി തേടാറുണ്ട്, സമസ്തക്കാരൻ തേടാറുണ്ട്. തൊട്ടിലാട്ടുമ്പോ കുട്ടിയുടെ തല അങ്ങ് പോയിട്ട് അവിടുത്തെ ചുമരിലിടിച്ചാൽ ബദരീങ്ങളെ എന്ന് സമസ്തക്കാര് പറയാറുണ്ട്. ജിന്നേ എന്റെ കുട്ടിന്റെ തല എന്ന് ഏതെങ്കിലും ഒരു മുജാഹിദ് പറഞ്ഞിട്ടുണ്ടോ? അതുവരെ ഇന്ന് പ്രസംഗത്തിൽ ആരോപിച്ചില്ലേ? എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഗൗരവമായി ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ. ഇതുകൊണ്ട് നേട്ടമില്ല, ശത്രുക്കൾക്കല്ലാതെ മുജാഹിദുകൾക്ക് നേട്ടമില്ല. ലോകത്ത് സത്യസന്ധരായ ആളുകൾക്ക് ഇതുകൊണ്ട് നേട്ടമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ റബ്ബ് എന്നെ വിടൂല.
ഈ സദസ്സിന് എന്റെ മുമ്പിൽ പടച്ചവും കൊണ്ടെത്തന്നിട്ട് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ രക്ഷപ്പെടില്ല. നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇന്ന് കേട്ട പ്രസംഗമനുസരിച്ച്, ഇന്നലെ കേട്ട പ്രസംഗമനുസരിച്ച് എനിക്ക് സഹിക്കാവുന്നതിന്റെ വിശ്വാസത്തിന്റെ ഒരു പരിധി ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഒരുപാട് കോംപ്രമൈസും ഉണ്ടാതിരുന്നു. ഇനി പറ്റില്ല, ഇനി പറ്റില്ല, ഇനി പറ്റില്ല, ഇനി പറ്റില്ല. ഇവിടെ AP സുന്നികൾ വരെ മുജാഹിദുകളെ മുശ്രിക്ക് വരെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? സുന്നികൾ ഏതെങ്കിലും ഒരു പേരോട് മുജാഹിദ് മുശ്രിക്കാറുണ്ടോ? ഇല്ല. ഞങ്ങള് മുശ്രിക്കല്ലാന്ന് തെളിയിക്കല അവര്. ഞങ്ങള് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് ശിർക്കല്ലാന്ന് സ്ഥാപിക്കല്. മുജാഹിദുകൾ മുശ്രിക്കാന്നുണ്ടോ? കേരളത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതൻ മുശ്രിക്കായി പോയിട്ടുണ്ടോ? ഹദീസ് നിഷേധിയായി പോയിട്ടുണ്ട് അല്ലെ മോനെ? അല്ലേ? ആയത്ത് വ്യാഖ്യാനിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട്. അല്ലല്ലാത്തവർ പ്രാർത്ഥിച്ച് ഈ നൂറ്റാണ്ടിനിടയിൽ ചേകനൂരിനെ തന്നെ കുട്ടിക്കോ ഉണ്ടായിട്ടുണ്ടോ? ഒരു നൂറ്റാണ്ടിനിടയിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് മുശ്രിക്കായി പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അങ്ങനെ ചിന്തിക്കുക. കാഫറായി പോയിട്ടുണ്ട്, കാഫറായി പോയിട്ടുണ്ട്, മുശ്രിക്കായിട്ടില്ല. പോയിന്റാണ് ചിന്തിക്കുന്നവർക്ക്. ഒരു പക്ഷവും ചേരാതെ പടച്ചോനെ പേടിക്കും, അള്ളാനെ പേടിക്കും, അള്ളാനെ പേടിക്കും. അള്ള തരും, ഉറപ്പ്. പടച്ചോനിലെ തവക്കുൽ ചെയ്ത് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. അല്ലാത്ത വാക്ക്. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കാത്തോടി നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ, അള്ളാന്റെ വാക്കാണ്, ഒരിക്കലും ഒരാൾക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ഹിദായത്തിലാണെങ്കിൽ ഒരാൾക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനും നിങ്ങളും ഉറപ്പിക്കേണ്ടത് എന്താ? അല്ലല്ലാത്തവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കൂല. എന്തിനാ ബേജാറ്? പിന്നെ എന്തിനാ ബേജാറ്? ആളുകൾ പറയട്ടെ, മുജാഹിദുകൾക്ക് ഖബർ സിയാറത്തില്ല എന്ന് സമസ്തക്കാരെ എത്ര കാലമായി പറയണു. നമുക്ക് ആർക്കെങ്കിലും കുറ്റബോധം തോന്നും. പക്ഷെ ഇതെവിടെയാ പറയുന്നത്? ആരെ വിളിച്ചിട്ടാണ് പറയുന്നത്? എന്ത് നേട്ടം, എന്ത് നേട്ടം ആലോചിക്കണം. അതുകൊണ്ട് അള്ളാനെ ശരിക്കട് മനസ്സിലേക്കളി. അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു പടപ്പിനെ ഉയർത്താൻ പാടില്ല. ആരുടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങൾ പരിശോധിക്കും. ഞാൻ ഈ കേരളത്തിൽ പോകാത്തൊരു മണ്ണുമില്ല. 10 ആള് കൂടുന്ന മുജാഹിദുകളുണ്ടോ? ആ നാട്ടിലൊക്കെ പോകാൻ അവസരം ഉണ്ടായി. മുജാഹിദുകൾ ജീവിക്കുന്നതിന് എന്തിനാണ്? ഈ ഏകദൈവാരാധനയുടെ പേരിലല്ലേ നമ്മൾ ബാപ്പയായിട്ട് തെറ്റിയത്, ഉമ്മയുമായി തെറ്റിയത്, നാട്ടുകാരുമായി തെറ്റിയത്? അല്ലേ? അല്ലേ? എന്നിട്ട് ആലോചിച്ച് നോക്ക്. ഞാൻ മുശ്രിക്കാണെന്ന് 4 ആള് പണ്ഡിതന്മാര് പറഞ്ഞിട്ട് ഞാൻ ആ ദുഃഖമായിട്ട് കിടക്കുകയെ, ഒരു മുവഹിദിനെ വേദനിപ്പിക്കുകയെ, ഒരു മുവഹിദിനെ മുശ്രിക്കാക്കുകയെ. എനിക്ക് അത്ഭുതത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. ഞാന് താടിക്കെതിരെ വിമർശിച്ചു പ്രസംഗിച്ചോലൊക്കെ താടി നീട്ടം കുറച്ചിട്ടുണ്ട്. തെളിവാ ഞാൻ ഒരു കാര്യം സമൂഹം സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാ ഞാൻ പറയും. ഞാൻ ഇന്നലെ സമുന്നതനായ ഒരു നേതാവിന്റെ മുമ്പിൽ കുറച്ച് സമയം സമൃദ്ധമായ താടി ഉണ്ടായിരുന്ന ആളായാൽ കഴിഞ്ഞ മാസം വരെ, ഇപ്പല്ല. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് 50-ലധികം ആളുകളെ കാണിച്ചു തരാം. താടി സമൃദ്ധമായി നീട്ടിയിട്ട് പഠിച്ചവരെയും ഔദ്യോഗികത്തിലെ നമ്മുടെ കൂടെ ഉള്ളവരില്ലേ. അവ എന്ത് മനസ്സിലായി? താടിക്കെതിരെയുള്ള നിഷേധ സ്വഭാവം ഒരുപാട് നിഷേധികൾ ഉണ്ടാക്കി. നരയാണിന്റെ മേലെ തുണി ഉടുക്കുന്നതിനെ വിമർശിച്ചിട്ട് ഇപ്പൊ നരയാണിന്റെ താഴെ കുറെ ആളെ തുണി ഇറങ്ങി. എന്നാൽ ഇവിടെ ജിന്നി വിവാദം വിഷയം ഉണ്ടായിട്ട് ജിന്നിനോട് തേടുന്ന ഒരു മനുഷ്യനുണ്ടായോ? അപ്പൊ ആരോപണമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മറ്റേത് ആരോപണമല്ല, യാഥാർത്ഥ്യമാണെന്ന് ഞാൻ തൊട്ട് കാണിച്ചു. നിങ്ങളുടെ കൂടെ പോന്ന നേരെ മറിച്ച് ജിന്നിനോട് തേടുന്ന ഒരു മുജാഹിദ് നിങ്ങൾ ആചാരാക്കിയ ഞാൻ മുജാഹിദ് വീതിയിൽ പ്രസംഗിക്കൂല. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കരുത്. നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി കത്തെഴുതിട്ടയക്കണം. പടച്ചോനോർത്തിട്ട് ഈ ഉള്ളവൻ പറയണം, എന്റെ ബാപ്പ എന്റെ ഉമ്മ പൊക്കിൾക്കൊടി ബന്ധം നിശ്ചയിച്ചപ്പോൾ എനിക്ക് മുജാഹിദ് എന്ന് പേര് വെച്ചു. അങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ധർമ്മത്തിന്റെ മേഖലയിൽ പോരാട്ടത്തിലാണ് എന്നും എക്കാലത്തും. ഇല്ലട്ടോ, ഇനി ഈ സസ്യരിക്കുന്നു എണീറ്റ് നിന്നിട്ട് പറയൂ, ഡാ ജിന്നിനോട് തേടുന്ന ബഷീറിനെ ഇതാ ഞാൻ കൊണ്ടുവരും. കൊണ്ടുവരികള് ഈ സ്റ്റേജിൽ നിങ്ങൾ ഹാജരാക്കി. ഞാനെന്ന മുജാഹിദ് ISMന്റെ മണ്ഡലം പ്രസിഡന്റ് ജിന്നിനോട് മരുഭൂമിയിൽ വെച്ച് തേടാറുണ്ട് എന്ന് പറയുന്നൊരു മുജാഹിദിനെ ഇല്ല. ഇല്ലേ?
നേരെ മറിച്ച് താടി പഠിച്ച സിദ്ദീഖിനെ ഞാൻ തലശ്ശേരി ഹാജരാക്കും. നമ്മളോടൊപ്പം ജീവിച്ചിട്ട് എന്നെപ്പോലെ താടി നീട്ടി അങ്ങ് നിങ്ങൾക്കറിയാലോ, അങ്ങ് പെരിങ്ങാടിയിൽ പേരോടുമായ ഒരു സംവാദം നടന്നപ്പോൾ ഒരു ചെറിയ ചെക്കൻ ചോദിക്കണില്ലേ, ഉസ്താദേ ഞാനതല്ല ഉസ്താദേ ചോദിച്ചെന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്ലിപ്പിംഗ് ഒരുപാട് കാലം കണ്ടില്ലേ, അതിൽ ആ ചോദ്യം ചോദിച്ച എന്റെ ഡ്യൂപ്പ് എന്ന് തോന്നുന്നൊരു സിദ്ദീഖില്ലേ, ഓൻ താടി പഠിച്ചിട്ട് ഓൻ ആരാ കൂടെയാ? KKP അബ്ദുള്ളന്റെ കൂടെയാ. KKP അബ്ദുള്ള ആരാ മനസ്സിലായി കഴിയും. വസ്തുതകൾ മനസ്സിലാക്കാതെ ജീവിച്ച് മരിക്കുന്ന ഒരു മുജാഹിദ്, ഒരു സമസ്തക്കാരന്റെ നിലവാരം നമുക്കുണ്ടായിരുന്നു. ഒരു സമസ്തക്കാരന്റെ നിലവാരത്തിലേക്ക് ഞാനും നിങ്ങൾ എത്തിപ്പെടരുത്. അന്ധമായ തഖ്ലീദ് അപകടമാണ്. അന്ധമായ തഖ്ലീദ് അപകടമാണ്. പ്രചരിപ്പിക്കാം ഒരു കാര്യം എല്ലാ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ടോല് പറയുമ്പോ സാധാരണക്കാരൻ വിശ്വസിച്ചു പോകും. പക്ഷെ കൊണ്ടുപോവാ ഒരാളെ, നേരെ വിളിച്ച് ഞാനാണ് ചില താടിക്കെതിരെ ശബ്ദിച്ചിട്ട് താടി പഠിച്ച ഒരുപാട് ആളുകളെ, പുറത്തല്ല ഇവിടെ, താടി ചെറുതാക്കിയവരെ, നരയാണിന്റെ താഴെ തുണി പോയ കുഴപ്പമില്ലാത്തവരെ, ബുഖാരി എല്ലൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരെ, നേരെ മറിച്ച് ഇല്ലട്ടോ ഞാൻ മരുഭൂമിയിലെത്തി ഇടക്കൊക്കെ ജിന്നിനോട് തേടാറുണ്ട്. ഒരാളെ ഇതൊരു വെല്ലുവിളിയാണ്. ഇല്ല ഹാജരാക്കാൻ കഴിയില്ല. ഒരാളെ ഈ സ്റ്റേജ് കേട്ടെടുത്തിട്ട് പറ ഞാൻ ജിന്നിനോട് തേടാറുണ്ട്. ഏതെങ്കിലും ഒരു മൗലവിനെ, ഏതെങ്കിലും ഒരു കുട്ടിയെ, ഏതെങ്കിലും ഒരു മദനിയെ, ഏതെങ്കിലും ഒരു സലഫിയെ, ഏതെങ്കിലും ഒരു സലാഹിയെ ഇല്ല, ഏതെങ്കിലും ഒരു നദിവിയെ ഇല്ല. അത് നിങ്ങൾ ഇന്ന് ഓടിത്തോടിത്തൊന്ന് ഉറപ്പിച്ചു പോണം. അല്ലെങ്കിൽ അള്ളാഹുവിനറിയുക എന്ന വിഷയം നീതി പുലർത്താതെ പോകും. ഞാൻ പടച്ചോനെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം ജിന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അതാണോ നമ്മുടെ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്? അതാണോ നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്? അല്ല. അതുകൊണ്ട് തന്നെ അതില്ല. ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് വീണ്ടും ആവർത്തിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് പല പണ്ഡിതന്മാരും പലതിന്റെ പേരിലും പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും മുശ്രിക്കായിട്ടില്ല ഇന്ന് വരെ. അവരെ കുറിച്ച് ആരും ഇന്ന് വരെ ഹദീസ് നിഷേധി കാഫിറായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേകന്നൂർ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ജിന്നെ കാക്കണേ എന്നൊരു മുശ്രിക്കായി പോയി നമ്മൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. CN മുഹമ്മദ് മൗലവിയെ പറ്റി പറഞ്ഞിട്ടില്ല. ഇരുന്ന് പോയ ഒരാളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. മറ്റു പല ഭയവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ തൗഹീദ് മനസ്സിലാക്കി അല്ലല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചൊരു ചരിത്രം എന്റെ ഓർമ്മയിലില്ല. പ്രായം ചെന്നവരുണ്ട്, തിരുത്തണം. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു മോനെ എന്ന് എനിക്ക് പറഞ്ഞു. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനും നിങ്ങളും മരിച്ചു പോകും, അള്ളാന്റെ കോടതിയിലെത്തും, പടച്ചോനെ നമ്മൾ കണ്ടുമുട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് അള്ളാനോർത്തിട്ട് ആ ഒരു വെറും ആരോപണം പടച്ചോനോർത്തിട്ട് നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ പിൻവലിക്കണം. കാരണം നിങ്ങൾ ഒരാളെ പറ്റി മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കല്ലെങ്കിൽ അത് പറഞ്ഞവൻ മുശ്രിക്കാണെന്ന് ഒരിക്കലും കള്ളം പറയാത്ത റസൂലാ പറഞ്ഞ്. അപ്പൊ ഇതെന്തിനത് പറയണേ? ഇത് പരസ്യമായിട്ട് ഇപ്പൊ പറഞ്ഞ് ആ പറഞ്ഞ വ്യക്തി മുശ്രിക്കായി നാളെ മഹ്ശറയിൽ വരാതിരിക്കാനാണ്. കാരണം എനിക്കറിയാം എന്റെ ജീവിതത്തിൽ പടച്ചോനല്ലാത്തൊരു പടപ്പിനെ കുറിച്ച് അമിതമായി ചിന്തിച്ചിട്ട് പോലും ഞാൻ ഒരു കാലഘട്ടത്തിൽ. എന്റെയൊക്കെ കേസറ്റ് ഏറ്റവും ചുരുങ്ങി ഒന്നുമില്ല, ഞാനൊരു ആലിമൊന്നും അല്ലെങ്കിലും എന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. വലിയ ഡിഗ്രിയും മദനിയും സലായി പട്ടൊന്നുമില്ല, പക്ഷേ എന്റെ പ്രസംഗങ്ങളൊക്കെ ഇടുന്നത്. ഇന്ന് വരെ നിങ്ങൾക്ക് തോന്നിയോ ബാലുശ്ശേരി ശിർക്കുമായി കോംപ്രമൈസ് ചെയ്യുന്നു? ഇബ്രാഹിം നബിന്റെ മില്ലത്ത് പിൻപറ്റണം എന്നല്ലേ എല്ലാരും പറയല്. ആ മില്ലത്ത് പിൻപറ്റി ലോകത്തിന് മാതൃക കാണിച്ച് ക്ഷേത്രത്തിൽ പോയി വിഗ്രഹത്തെ ഇങ്ങനെ ചൂണ്ടി ഇരിക്കുന്ന അധ്യക്ഷന്മാരോട് നിങ്ങൾ ഇതിനെ ആരാധിച്ചാൽ നാളെ നരകത്തിലാന്ന് പറഞ്ഞേ. ഞാൻ താടി നീട്ടിയോണ്ട് കാര്യമില്ല അത്രേ. കാർൽ മാക്സിന്റെ താടി മുശ്രിക്കുവാണ് അത്രേ. എങ്ങനെയുണ്ട്? സഹിക്കോ? നമ്മുടെ മക്കളെ കഴുത്തറുത്തൊരുത്തം കൊന്ന അവനോട് 2 ദിവസം കൊണ്ട് പുറത്തു കൊടുക്കാം. ഈമാനും കൊണ്ട് തട്ടിക്കളിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ടേ ഓടിച്ചോടുത്തൊന്നും പോവൂ. ഞാനത് മനസ്സ് കരുതി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അത് ഇന്ന് ഞാൻ പറയില്ലായിരുന്നു. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്തവർ ഞങ്ങളതാന്ന് വരുത്തി തീർത്ത് കൊണ്ടുവന്ന് നമ്മുടെ വലിയ നേതാക്കന്മാരെ ചതിക്കുമ്പോൾ അത് കണ്ടില്ലെന്നടിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, പാമ്പിടിച്ച് AP അബ്ദുൽ ഖാദർ മൗലവിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സഹിക്കാൻ കഴിയില്ല. അത് ഞാൻ തുറന്ന് പറയാം നിങ്ങളോട്. ആയിക്കോ, മത്സര മറന്നുകൊണ്ടുള്ള കളി ആയിക്കോ, വിരോധമൊന്നുമില്ല. പക്ഷെ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചിട്ട് ആളെ പറ്റിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. സത്യത്തെ അസത്യവുമായി കൂട്ടിക്കൊടുക്കരുത്. അങ്ങനെ കൂട്ടിക്കൊഴച്ചാൽ ഉണ്ടാവുക മത്സരയുടെ നഷ്ടമാണ്. കല്ലാ ഇന്നഹാ ലലാ നസാഅതൽ ലിശ്ശവാ. കല്ലാ,
അങ്ങനെ വേണ്ട. ഇന്നഹാ ലല്ലാ എന്ന നരകം അത് നിസ്സാരമല്ല. അതുകൊണ്ട് വേണ്ട, തലയോട്ട് ഉരിച്ചു കളയുന്ന തീജ്വാലയാണ്. അതിൽ ഞാനുണ്ടാകരുത്, നിങ്ങളുണ്ടാകരുത്, ഒരാളും ഉണ്ടാകരുത്. അള്ളാനെ ശരിക്കറിഞ്ഞിട്ടല്ലാതെ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇറങ്ങിപ്പോകരുത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി പറയുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾ കേൾപ്പിച്ചു തരാം. ഖുർആനിലെ 30-ാം അധ്യായം. തിരിയേണ്ടവർക്ക് തിരിയാനാണ് ഖുർആനിന് നേർക്കുനേരെ ഉദ്ധരിക്കാൻ. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അൽ മിൻ ദാലികും. പടച്ചോൻ പറയാണ് ഈ വാചകത്തിന്റെ അല്ലാഹുല്ലദീ, അല്ലാഹ് എന്ന് പറഞ്ഞ ആരാണ്? അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചു എന്നാണ്. അല്ലാഹു ആരാണ്? നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല നമ്മെ ആരാധിക്കാനല്ലാതെ. അപ്പൊ ജിന്നും മനുഷ്യനും അള്ളാന്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയെ ആരാധിക്കാൻ പാടുണ്ടോ? സൃഷ്ടിയെ ആരാധിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് തന്നെ ജിന്നിനെ നമ്മൾ ആരാധിക്കൂ? അള്ളാന്റെ സൃഷ്ടിയാണത്, സൃഷ്ടാവല്ല. അത് പറയുന്ന ഒരു വാചകം കളിപ്പിച്ചിട്ട് ഞാനത് വിശദീകരിക്കാം. അല്ലെ മറന്നു. 16-ാം അധ്യായം ശരിക്കും ശ്രദ്ധിച്ച് പഠിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ആയത്ത് നമ്പറും അധ്യായ നമ്പറും ഒക്കെ പറഞ്ഞുതരാം. അത് നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും സൃഷ്ടി, ആ സൃഷ്ടിയുടെ പ്രത്യേകത ഇതാ നോക്കൂ. 20-21 വചനങ്ങൾ 16-ാം അധ്യായം. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ. അല്ലാഹുവിന് പുറമെ അവർ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. അപ്പൊ ജിന്നാരാണ്? സൃഷ്ടിയാണ്. അല്ലേ? അല്ലേ? മലക്കാരാണ്? അള്ളാന്റെ സൃഷ്ടിയാണ്, മഖ്ലൂക്കിൽപ്പെട്ടതാണ്. എവിടെ അള്ളാഹ് പറയുന്നതോ? ഖുർആനിലെ 16-ാം അധ്യായം 20-ൽ അള്ളാഹ് പറയുന്നതോ പടച്ചോനെ ഓർത്തിട്ട് നിങ്ങളത് മനസ്സിലാക്കി. നമ്മൾ എന്താണെന്ന് നമ്മൾ മറന്നു പോവുകയോ, നമ്മൾ ആരാണ് എന്ന് നമ്മൾ മറന്നു പോവുകയോ, നമ്മുടെ ദൗത്യം എന്താണ് എന്ന് നമ്മൾ മറന്നു പോവുകയോ. അങ്ങനെ വരാൻ പാടുണ്ടോ? അങ്ങനെ വരാമോ? അത് പാടില്ല. നോക്കേ, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ. അല്ലാഹുവിന് പുറമെ അവർ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ആരെയൊക്കെ എന്നതിൽ ജിന്ന് പെടൂലെന്നുണ്ടോ? ചെങ്ങനെ വരെ അങ്ങനെ ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് ഏത് സൃഷ്ടിയാവട്ടെ, ഏത് സൃഷ്ടിയും അവരാരാ? അവർ മഖ്ലൂക്കിങ്ങളാണ്, അള്ളാന്റെ സൃഷ്ടികളാണ്. വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടതാണ്. തീർന്നില്ല. അംവാത്തുൻ, മരിച്ചുപോയ ആളുകളുണ്ടവർ. ഗൈറു അഹിയാഇൻ, ജീവിച്ചിരിക്കുന്നവരില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെ കുറിച്ച് അറിവില്ലാത്തവരുമാണ്. അല്ലേ? അത് നമ്മൾ ജനങ്ങളെ ഓതി പഠിപ്പിച്ചു, ഇതിനനുസരിച്ച് ജീവിച്ചു. ഇന്ന് വരെ, ഈ നിമിഷം വരെ അതിൽ നിന്നൊരു മുജാഹിദ് തെറ്റിപ്പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എനിക്ക് മറ്റൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ എന്തിന് ഞാൻ അസത്യത്തിന് കൂട്ടു നിൽക്കണം? നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കീൻ, സത്യം പറയുന്നവരോടൊപ്പം നിങ്ങൾ നിൽക്കീൻ. വിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കി. എന്താ പറഞ്ഞ്? നാട്ടുകാരെ നോക്കണ്ട, ജനങ്ങളെ നോക്കണ്ട, ആളെ നോക്കണ്ട, അർത്ഥം നോക്കണ്ട, അള്ളാഹനെ സൂക്ഷിക്കി. വകൂനൂ, നിങ്ങളായിത്തീരൂ മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം. ഖുർആനിലെ 9-ാം അധ്യായം 119-ാമത്തെ വചനം തെളിവാ പറയണ്. വീട്ടിൽ പോയിട്ട് പരിശോധിച്ചോളേ, പഠിക്കീൻ. ഇനിയെങ്കിലും മുജാഹിദുകൾക്ക് ഒന്ന് പഠിക്കണം. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരായിരിക്കണം ഏറ്റവും കൂടുതൽ അറിവ്. സാധാരണക്കാരന്റെ അറിവ് പോലും ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നവർക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇത് വെറും ഒരു ആരോപണമല്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പൊ ഞാൻ ഹുസൈൻ സൽഫിന്റെ പ്രസംഗം ചിലപ്പോൾ പൂർണ്ണമായിട്ട് കേട്ടോളുന്നില്ല, സക്കരിയ സുലൈഹിന്റെ പ്രസംഗം ഞാൻ പൂർണ്ണമായിട്ട് കേട്ടോ. പക്ഷെ ഒരു സാധാരണക്കാരനോ ഹുസൈൻ സലഫിന്റെ കേട്ട് കഴിഞ്ഞാൽ ഉടനെ സക്കരിയ സുലൈഹിന്റെ കേൾക്കുന്നു, ഉടനെ മറ്റേ പണ്ഡിതന്റെ കേൾക്കുന്നു, ഉടനെ അബ്ദുറഹ്മാൻ സലഫിന്റെ കേൾക്കുന്നു, ഹനീഫിന്റെ കേൾക്കുന്നു, അഹമ്മദ് അനസിന്റെ കേൾക്കുന്നു, എല്ലാവരും കേൾക്കുന്നു. ഒരു സാധാരണക്കാരൻ. എന്നാൽ ഇവരെ നയിക്കുന്ന ആളുകളോ ഒറ്റക്കുട്ടിനും കേട്ടിട്ടില്ല. ആകെ കേട്ട അപ്പുറപ്പുറം കട്ട് ചെയ്ത ക്ലിപ്പിംഗ്, ഓനെ കുറിച്ചുള്ള വിരോധം മറ്റോ പ്രചരിപ്പിച്ച്. ഇവരെന്താ കേട്ടത്? ഈ വസ്തുതകളൊന്നും ഇനി മൂടി വെച്ചിട്ട് കാര്യമില്ല. മൂടി വെക്കാൻ അല്ല പറഞ്ഞ അത്രയും മൂടി വെച്ച് കഴിഞ്ഞു. മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ പഠിക്കാൻ തയ്യാറാകുക. അള്ളാന്റെ മുമ്പ് പോയിട്ട് ഞാൻ പറയേ, ഞാൻ റബ്ബേ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ബാധകല്ല. ജി മണ്ഡലം സെക്രട്ടറി ആയാലും വേണ്ടിയില്ല, ജി ജില്ലാ സെക്രട്ടറി ആയാലും വേണ്ടിയില്ല,
ജി ദീന് പഠിച്ചോ, അതേ അല്ല നമ്മളോട് ചോദിക്കുള്ളൂ. അതെല്ലാവർക്കും ബാധകമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞ എന്താ? നേതാവാകുന്നതിന് മുമ്പ് ആലിമാവ്, നേതാവ് ഉമറാക്കളാകുന്നതിന് മുമ്പ് ആലിമുകളാകൂ എന്നല്ലാഹു നമ്മളോട് റസൂൽ പറയുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയുന്നു, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അറിവുള്ളവരാവുക. വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ അഗാധമായ പാണ്ഡിത്യം നേടിയവർ നമ്മളാവുക. എന്റെ പട്ടാളപ്പള്ളിയിലെ കെ ഉമർ മലയി സാഹിബും ജമാലുദ്ദീൻ മൗലവിയൊക്കെ ഖുതുബ പറഞ്ഞ കാലത്തെക്കുറിച്ച് വലിയ ഒരു മുജാഹിദ് പണ്ഡിതനെ ഞാൻ ഓർക്കാൻ, സദസ്സിലിരിക്കുന്ന സാധാരണക്കാർക്ക് അവർക്ക് ഹദീസിന്റെ സനദ് വരെ അറിയായിരുന്നു. ഒരു ഹദീസ് ഉദ്ധരിച്ചാൽ അത് ലൈഫാണെങ്കിൽ സദസ്സും നേടിയിട്ട് പറഞ്ഞിരുന്നു, ആ ഹദീസ് ലൈഫാണല്ലോ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. വെറുതെ പ്രതാപത്തിന്റെ ഞങ്ങൾ മുജാഹിദ്, നിങ്ങളൊക്കെ അറിയത്തില്ല, ഞങ്ങൾ എടോ ചെങ്ങാതി മുജാഹിദാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം. ജീവിതത്തിൽ ഉണ്ടാകാൻ നോക്കി മനുഷ്യരെ രക്ഷപ്പെടീൻ, ചാടിക്കൊളി, ഈ മുങ്ങുന്ന കപ്പലിന് ചാടിക്കൊളി. എന്നിട്ട് ഫിർഖത്തുൻ നാജിയാകുന്ന കപ്പലിൽ കയറാൻ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അത് സുന്നത്തിന്റെ കപ്പലാണ്, പ്രമാണങ്ങളുടെ കപ്പലാണ്. പ്രമാണത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും, ഏത് മഖ്ലൂക്ക് പറഞ്ഞാലും നമുക്ക് സ്വീകാര്യമല്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിച്ചവരല്ലേ. പ്രമാണങ്ങൾ ആര് ഉദ്ധരിച്ചാലും അവൻ എത്ര ചെറിയവനാകട്ടെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലേ? സമിഅന വഅതഅന. അതല്ലാത്തതൊക്കെയോ ആരാണെങ്കിലും എന്ത് വലിയ നേതാവാണെങ്കിലും പ്രമാണത്തിനെതിരാണെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞവരല്ലേ നമ്മൾ. അത് അവരോടുള്ള വിരോധമാണോ? ഒരിക്കലുമല്ല. പ്രമാണമുണ്ടോ എന്നത് നമ്മുടെ നോട്ടം, അതാവണം നമ്മുടെ ചിന്ത. ഇനി അള്ളാഹിനെ പറ്റി പഠിച്ചു നോക്കി. നിങ്ങൾ ഈ പറഞ്ഞ വാചകം ഒന്ന് പഠിച്ചു നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ പറഞ്ഞല്ലോ, അവരൊക്കെ മരിച്ചുപോയവരാണ്. അല്ലയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, ഉറക്കമില്ലാത്ത മഴക്കമില്ലാത്തവൻ അവൻ സദാ. ഇനി അള്ളാഹിനെ കുറിച്ച് അറിയുക എന്നാണ് നമ്മുടെ വിഷയം. ഒന്ന്, ആരാണ് അല്ലാഹു? ആ അള്ളാഹിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി. റമദാനിൽ മാത്രമാണോ അള്ള കണ്ണുറക്കണത്? ശവ്വാലും അള്ളണ്ട്. റമദാനിൽ എത്രത്തോളം അള്ളാഹിനെ സൂക്ഷിച്ചോ അത്ര തന്നെ ശവ്വാലിലും സൂക്ഷിക്കണം. കാരണം റമദാനിലെ അള്ള തന്നെയാണ് ശവ്വാലിലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശവ്വാലിലും ശഅബാനിലും ദുൽഹിജ്ജയിലും ദുൽഖഅദിലും മുഹറത്തിലും റജബിലും എല്ലാം പടച്ചോൻ നമ്മളെ കാണുന്നുണ്ട്. സകല സമയത്തും ആ റബ്ബ് നമ്മളെ കാണുന്നുണ്ട്. ഈ ബോധല്ലേ ഗൗരവമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടത്? പടച്ചോൻ കാണുന്നുണ്ട്. ഞാൻ എന്ത് കള്ളത്തരം കാണിച്ചാലും എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു ആയത്ത് പറഞ്ഞുതരാം. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോ ഞാനിവിടെ 30-ാം അധ്യായത്തിലെ 40-ാമത്തെ വചനം അർത്ഥം പറഞ്ഞിട്ട് ഞാൻ ആ വാചകം പഠിപ്പിച്ചിരികളെ. നമ്മുടെ ഖുർആനിലൂടെ ഒരു യാത്ര. വിശുദ്ധ ഖുർആൻ രണ്ടാമത്തേതാണല്ലോ. ഈ നമ്മുടെ വിഷയത്തിന്റെ രണ്ടാം ഭാഗം ഖുർആൻ. എന്താണ് ഖുർആൻ? ആ ഖുർആനിലെ അള്ളാഹിനെ പഠിക്കുമെന്ന് തന്നെ എന്താ ഖുർആൻ എന്ന് മനസ്സിലാവും. അതിങ്ങനെ കൂട്ടിക്കൊഴിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേട്ടോളൂ. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു, പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളിയാക്കിയവരുടെ കൂട്ടത്തിലുണ്ടോ? വല്ലാത്തൊരു ചോദ്യം. അല്ലയാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, അല്ലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലയാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, അല്ലയാണ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ അല്ലാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയാനെന്ത്? അല്ലാഹു പറയാണ്, തീർച്ചയായും അവനിൽ നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധൻ, അവൻ എത്രയോ പരിശുദ്ധൻ, അവൻ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അപ്പുറത്താണ്. എത്രയോ പരിശുദ്ധനാണ് അല്ലാഹ്. അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. ഇത് ഗൗരവമായി തന്നെ നമ്മുടെ മനസ്സകത്തേക്ക് കയറേണ്ടതാണ്. ഇനി ഖുർആനിലെ 96-ാം അധ്യായം, ആദ്യമായി അല്ലാഹു അവതരിപ്പിച്ച അധ്യായം. അവിടെ അല്ലാഹ് നമ്മളോട് പറഞ്ഞ എന്താ? ഇഖ്റ, വായിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ. അക്ഷരവിദ്യ ആരംഭിക്കേണ്ടത് ക്ഷേത്രത്തിൽ വെച്ചല്ല, ചർച്ചിൽ വെച്ചല്ല, ദർഗയിൽ വെച്ചല്ല. അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുസ്ലിം വിദ്യാഭ്യാസ സംഘടനയുടെ ഉയർന്ന നേതാവിന് തോന്നി നിലവിളക്കും കത്തിക്കാം, വിദ്യാരംഭവും തുടങ്ങാം. അത് അനിസ്ലാമികമല്ല. ഇസ്ലാം തീരുമാനിക്കാൻ മൂപ്പർക്കാരെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ?
മുമ്പർക്കാരെങ്കിലും പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? ഈ സമുദായത്തെ ശിർക്ക് ചെയ്യിപ്പിക്കാൻ അല്ലേ? ഈ സമുദായത്തെ ദർഗയിൽ പോയി അമുസ്ലിങ്ങളെ പോലെ വിദ്യാരംഭം കുറിക്കാൻ പറയാൻ. ഖുർആനിന്റെ തുടക്കം തന്നെ എന്താ? വിദ്യ ആരംഭിക്കേണ്ടത് റബ്ബിന്റെ നാമത്തിലാണ്. ഇഖ്റ, വായിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലക്കിൽ നിന്ന് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. മാമാന, എന്താണ് അലക്ക് എന്ന് പറഞ്ഞാൽ? ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ചോര കുടിക്കുന്ന അട്ടയെപ്പോലെ തൂങ്ങിക്കിടക്കുന്ന ആ സൈഗോട്ട്. ആ സൈഗോട്ട് എന്താണ്? അല്ല, അലം യകുന്നു തുഫതം മിൻ മനിയ്യിൻ യുംന, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണമായി 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് 2 മില്ലിലിറ്ററിൽ പുരുഷനിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയമാകുന്ന 2 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിലെ 200 കോടി ബീജഗണത്തിലെ ലക്ഷണമൊത്തൊരു ബീജം അണ്ഡവുമായി കൂടിച്ചേരുകയാണ്. അങ്ങനെ സുമ്മ ഖലഖന നുത്ഫത അലഖ فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. الله ഏതല്ലാ? സൂറത്ത് ഖിയാമയിലെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞ എന്താ? തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹ് പറയുന്നത് എന്ത്? നിങ്ങൾ 200 കോടി ബീജഗണത്തിൽ നിന്ന് ഒറ്റ കണമാണ് അണ്ടമായി കൂടിച്ചേരുന്നത്. മോഡേൺ സയൻസ് എംബ്രിയോളജി പറയാണ് ഈ 200 കോടി ബീജത്തിൽ ഒറ്റ ബീജം മാത്രമാണ് ഇതിൽ പങ്കാളിയായി ജയിച്ച് ഗർഭപാത്രത്തിൽ അണ്ടവുമായി കൂടിച്ചേർന്ന് ഒരു കുഞ്ഞായി പ്രാപിക്കുന്നത്. 14 നൂറ്റാണ്ട് മുമ്പ് സയൻസ് പഠിച്ചിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിത് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, അങ്ങനെ സുമ്മ ഖലഖന നുത്ഫത അലഖ, അങ്ങനെയായ ഇന്ദ്രിയത്തെ മാംസപിണ്ഡമാക്കി മാറ്റി. ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തു. ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് കവർ ചെയ്തു. അങ്ങനെ ഒരു നല്ല സെട്ടിയാക്കി. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ പുറത്തേക്ക് വന്നു. മനസ്സിലായോ? മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ പുറത്തേക്ക് വന്നു. വളരെ വളരെ സവിശേഷമായ രൂപത്തിൽ തന്നെ 16-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. സഹോദരങ്ങളെ, ഈ കാര്യം സഗൗരവമായി നാം ഓർക്കണം. ഈ റബ്ബിനെ, ആ റബ്ബിനെയാണ് നാം അറിയേണ്ടത്. ഇങ്ങനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എന്തിനെ ദാ ഈ കാണുന്ന നഗല്ലേ, ഈ നഖം വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഈ ഭൂമി തന്നെ അത്ഭുതങ്ങളുടെ കലവറ. നിങ്ങളുടെ ശരീരം പോലും അത്ഭുതങ്ങളുടെ, മഹാത്ഭുതങ്ങളുടെ കലവറയാകുന്നു എന്ന് അല്ലാഹു പറയാൻ. സൂറത്ത് അദ്ദാരിയാത്ത് 20-21 വചനങ്ങളിൽ ദാ ഈ നഖല്ലേ, ഈ നഖം, ഈ നഖത്തിൽ വെച്ചിട്ടൊരു ബ്ലേഡ് ഇങ്ങനെ വരിഞ്ഞു നോക്കിയാൽ ഒരു പൊടി ഇങ്ങനെ വരും, രക്തമൊന്നും വരില്ല. ഒരിത്തിരി ഇങ്ങോട്ട് തെറ്റിയിട്ട് ഇവിടെ ഒന്ന് വരിഞ്ഞു നോക്കിയേ, അപ്പൊ കാണൊരു ചോന്ന സാധനം ഇങ്ങനെ ഒലിച്ചിറങ്ങണത്, ചോര. ഞാൻ ചോദിക്കണത്, ഈ നഖം ഇവിടുന്ന് ഇങ്ങട്ടേ വളരുന്നുള്ളൂ, ഇവിടുന്നേ വളർന്നു വരുന്നില്ല. ഉണ്ടോ? ഇവിടുന്നേ വളർന്നു വരുന്നുണ്ടോ നഖം? നഖം ഇവിടുന്ന് ഇങ്ങട്ടാ. ഈ നഖം കട്ട് ചെയ്ത് ഇത് വളർന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇത് പല്ലിനെ പോലെ ഒരു നിശ്ചിത വളർച്ചയെത്തി നിൽക്കുന്ന ഒരു സംഭവമായിരുന്നെങ്കിൽ എന്താ അവസ്ഥ? ഒറ്റ പ്രാവശ്യം നഖം പറഞ്ഞു മതി, പിന്നെ വരൂലേ? എങ്കിൽ ഈ പെരുവിരലുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു പെണ്ണ് പിടിക്കാൻ പോലും നിങ്ങൾക്ക് ഈ നഖം അനിവാര്യമാണ്. നിഷേധിക്കാൻ കഴിയോ? ആഴത്തിൽ ഇതൊന്ന് വെട്ടിവെക്കുന്ന നഖോ, കുറച്ച് കയറ്റിയിട്ട് നഖം ഒന്ന് കട്ട് ചെയ്ത് നോക്കിയേ. ആ വിരലുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് പേന പോലും പിടിക്കാനാവൂല 2 ദിവസത്തേക്ക്. റെഡിയല്ലേ? പറഞ്ഞ സത്യല്ലേ? അല്ലേ? ഈ നഖം പോരെ അള്ളാനെ തിരിച്ചറിയാൻ? ഈ നഖം, ലോകത്തെല്ലാ മോഡേൺ സയൻസ് ഒന്നിച്ചേർന്ന് ഈ നഖം ഉണ്ടാവോ? അത് ചോദിക്കുന്ന ഒരു വാചകണ്ട് ഖുർആനിൽ. കേട്ടോളി, എല്ലാരും കേട്ട് പരിചയമുള്ള അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 10-11 വചനങ്ങൾ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബث ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനിഹി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. എന്നെ അർത്ഥം കേട്ടോളി, ഞാൻ വായിച്ച് കളിപ്പിച്ചു തരാം.
ഒരക്ഷരവും വിട്ടുപോകാതെ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വായിച്ചത് കേൾപ്പിച്ചു തരാം. ഒന്നൊരു ശ്രദ്ധിച്ചാൽ നോയിക്കോളൂ. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണോട് നോക്കിയാൽ കാണാത്ത തൂണുകളാൽ ആകാശത്തെ അല്ലാഹു നാട്ടി നിർത്തിയിരിക്കുന്നു. പിന്നെയോ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ മൗണ്ടൈൻസിനെ, പർവ്വതങ്ങളെ ആണികളാക്കിന വൽ ജിബാല ഔതാദ, വൽ ജിബാല ഔതാദ. വതദ് എന്ന് പറഞ്ഞാൽ അറബ് നാട്ടിൽ പോയിട്ട് ടെന്റ് കെട്ടുന്ന ആണി കണ്ടിട്ടില്ലേ? കമ്പി കൂർപ്പിച്ചിട്ട് കുളത്തയിട്ട് അതിലാണ് വത്തത് ഔത്താദ് എന്ന് പറയാ. ടെന്റ് കെട്ടുന്ന കമ്പിക്ക്. ഇവിടെ അള്ള പറയണ ടെന്റ് കെട്ടാൻ ഒരു കമ്പി ആഴത്തിൽ അടിച്ചിട്ട് അതിന്റെ മുക്കാൽ ഭാഗം ഭൂമിക്കുള്ളിലേക്ക് കയറി നിന്നിട്ടാണ് ആ ടെന്റിലേക്ക് നമ്മൾ കയറ് വലിച്ചു കെട്ട്, ആ കമ്പിയിലേക്ക് കയറ് വലിച്ചു കെട്ടുക. വത്തത് അവിടെ വൽ ജിബാല ഔത്താദ 78-ാം അധ്യായം 6-ാമത്തെ വചനം. പർവ്വതങ്ങളെ ആണികളാക്കി. മൗണ്ടൈൻസ്, പർവ്വത വിജ്ഞാനീയം, അത് കരഗതമാകുന്നതിന്റെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പടച്ചതമ്പുരാൻ പറയാണെന്ത്? വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ. നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിക്കുകയും പർവ്വതങ്ങളെ ആണികളാക്കി ഭൂമി ഇളകാതിരിക്കാൻ ആ സംവിധാനിച്ച പടച്ചതമ്പുരാൻ. ആധുനിക സയൻസ് പറയാണ്, ഇപ്പൊ സാധാരണ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്കുള്ളതിനേക്കാൾ വേര് താഴോട്ട്, ഹിമാലയ പർവ്വതം 2000 അടിയാന്ന് വെച്ചോ, അത്ര തന്നെ താഴോട്ടും അതിന്റെ വേരുകളുണ്ട് എന്ന് പടച്ചോൻ പറയാണ്. എന്നിട്ട് തീർന്നില്ല, കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതിൽ അവൻ ഉറച്ച പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തു, എല്ലാതരം ജന്തുക്കളെയും അവനതിൽ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തു നിന്ന് നാം വെള്ളം ചൊരിയുകയും എന്നിട്ട് വിശിഷ്ടമായ എല്ലാ സസ്യജോഡികളെയും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു ഒരു ചോദ്യം, ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിദ്ദാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഈ പറഞ്ഞതും എണ്ണിയതും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നാൽ അവന് പുറമെയുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ള എന്താണ് എന്നൊന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അല്ലാഹുക്ക് പുറമെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ലതുമുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരൂ എന്ന് അല്ലാഹുവിന്റെ പ്രതാപം പറയാണ് ഇവിടെ. ഇല്ല. അതുകൊണ്ട് ആ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുക. ഈ അള്ളാഹുവിനെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ഇനി മനസ്സ് തട്ടിങ്ങളും ചോദിച്ചു നോക്കിയേ, എല്ലാ കാലഘട്ടത്തിലും ഒരു മഹത്തായ സമ്മേളനമൊക്കെ പ്രഖ്യാപിച്ചാൽ ഇങ്ങനെയായിരുന്നോ? ആണോ? ആണോ? നമ്മുടെ ബോർഡില്ലാത്തൊരു മണ്ണുണ്ടായിരുന്നു, നമ്മുടെ പ്രസംഗം നടക്കാത്ത ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. എന്താ അവസ്ഥ? എന്ത് പറ്റി കൂട്ടരെ? ആരാ നിങ്ങളെ ചതിച്ചത്? ആരാ നിങ്ങൾ റാഞ്ചിക്കൊണ്ടുപോയത്? 3 മാസം ബാക്കി നിൽക്കുക, പരമ്പര നടത്തുകയാണത്രേ. മുഖാമുഖത്തിന്റെ മുശരിക്കാക്കൽ പരമ്പര. ആർക്ക് വേണ്ടിയിടോ? 1-2 ആൾക്ക് വേണ്ടിയോ? ഓല വികാരത്തിന് വേണ്ടിയോ? ഓല താല്പര്യത്തിന് വേണ്ടിയോ? ഈ ഗ്രന്ഥം കയ്യിൽ കിട്ടിയിട്ട് ഇത് ഓതിക്കൊടുത്ത് മനുഷ്യരെ സമുദ്രിക്കാൻ കഴിയാത്ത നാം ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം പറയേ. എനിക്ക് വേദന തോന്നുന്നുണ്ട്. ഇന്നും മരിച്ചാ പടച്ചോന്റെ മുമ്പിൽ എന്റെ ഇങ്ങളെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത്. ഇത് മറ്റു മുസ്ലിം സംഘടനകളെ പോലെ നമ്മളെ അവസ്ഥ. ഏറ്റവും ശക്തമായ ഒരു ആദർശം കയ്യിൽ വെച്ചിട്ട് ഈ കസ്തൂരി മാണ്ടമായിരിയല്ലേ നമ്മുടെ അവസ്ഥ. സ്വന്തം നാഭിയിൽ സ്ഥിതി ചെയ്യുന്ന കസ്തൂരി എവിടെയെന്ന് തേടി നടക്കുക. എവിടെയെന്ന് ബേജാറ് തോന്നാണ്, വിഷമുണ്ട്. കേട്ടോളി, ഇനി അടുത്ത് ഞാൻ അതിലേക്കൊന്നും പോണില്ല. അധികം പറഞ്ഞു പോവും. പടച്ചോനെ പേടിക്കുമ്പോൾ പറഞ്ഞു പോവും. തെറ്റുകളൊക്കെ ഒരുപാട് പുറത്തു വിട്ടുവീഴ്ച ചെയ്ത് ശരിയാവും ആവും എന്നൊക്കെ പറയാം. ഞങ്ങൾ ശരിയാവുകയില്ല എന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ചാൽ പിന്നെ ഒല നേർക്ക് നേരെ നിർത്തണം. മനസ്സിലായോ? അത് ആരുടെ ബാധ്യതയാണ്? ഹക്കറിയുന്നവരുടെ ബാധ്യതയാണ്. അല്ലാത്ത സാധാരണക്കാരോട് ഞാൻ പറയുന്നില്ല. പക്ഷെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്ക്, പടച്ചതമ്പുരാൻ ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. പടച്ചോന് പുറമെ ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. അത് പറയുന്ന ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. സൂറത്ത് ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ഗൗരവമായി പറയുന്ന ഒരു വാചകമുണ്ടത് കേട്ടോളൂ. യാ അയ്യുഹന്നാസ് ളുരിബ മസലും ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലം യഖ്ലുഖൂ ദുബാബാ. വല്ലാത്തൊരു വാക്കാണ് മനുഷ്യരെ. ഒരു ഉദാഹരണം ഇതാ,
നിങ്ങൾക്ക് വിവരിക്കപ്പെടുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം. യാ അയ്യുഹന്നാസ് ളുരിബ മസലും ഫസ്തമിഊ ലഹു. മനുഷ്യരെ, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം പറയുകയാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് എന്താ പറയുന്നത്? അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആളുകളില്ലേ, അവർ ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. ലം യഖ്ലുഖൂ ദുബാബാ, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ടല്ല പറയാണ്, അതിനായി അവരെല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഈച്ച അവരുടെ പക്കൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിന്റെ പക്കൽ നിന്ന് അത് മോചിപ്പിച്ചെടുക്കാൻ പോലും അവർക്ക് കഴിയില്ല. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവരും ദുർബലർ തന്നെ. ഇത് അല്ലാഹുവിന്റെ ഏകത്വം ഉദ്ഘോഷിക്കുന്ന മനോഹരമായ ഒരു വചനമാണ്. ലം യഖ്ലുഖൂ ദുബാബാ, ഒരു സായിബാബയും ഒരു യേശുക്രിസ്തുവും ഒരു പ്രവാചകനും ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, സിട്ടാവായ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കൂ നിങ്ങൾ, അവനെ ആരാധിക്കൂ നിങ്ങൾ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ലോകത്തോട് പറയുന്നത്. അതുകൊണ്ട് സഗൗരവമായി ഈ വാചകം നമ്മൾ ഓർക്ക്. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ പറയാൻ, യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫില്ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. നോക്കൂ, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. സൂറത്ത് ഫാത്തിറിലെ 13-14 വാചകങ്ങളാണ്. ആ വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫില്ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. വല്ലാത്ത വാക്കാണ്. രാവിനെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ അവൻ രാവിലും പ്രവേശിപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ തന്റെ നിയന്ത്രണത്തിന് നിങ്ങൾക്ക് വേണ്ടി വിധേയമാക്കി തന്നിരിക്കുകയും ചെയ്യുന്നു. അവ ഓരോന്നും നിശ്ചിതമായ പദമേഖലകളിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവനല്ലയോ നിങ്ങളുടെ റബ്ബ്? എന്നിട്ടല്ല ചോദിക്കുകയാണ്, വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരീത്തപ്പനക്കുരുവിന്റെ മേധയുള്ള നേർത്ത വെളുത്ത പാട പോലും അവരാരും അധീനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ കരുതണേ. അല്ലാഹുവിന്റെ ഗാംഭീര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. വല്ലാത്ത വാക്കാണ്. നൂഹ് നബി പറയുകയാണ്, ജനങ്ങളെ, നിങ്ങൾ ആരോടായി ഇസ്തിഗ്ഫാർ നടത്തുന്നത്? വദ്ദിനോട്, സുവായിനോട്, യഹൂസിനോട്, യഹൂക്കിനോട്, നസ്റിനോട്, അതെ അവരോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടല്ലോ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ. എങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും, അരുവികൾ ഒഴുക്കിത്തരും, സമ്പാദ്യം തരും, മക്കളെ തരും. ഇത് പറയുകയാണ്. എന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങളെന്താ അല്ലാഹുക്കൊരു വഖാറ് കാണാത്തത്? പടച്ചോന് നിങ്ങൾ ഒരു വഖാറ് കാണാത്തത് എന്താ? അല്ലാഹുക്ക് നിങ്ങളൊരു വഖാറ്, ഒരു ഗാംഭീര്യം, പടച്ചവനൊരു ഗാംഭീര്യം എന്തേ നിങ്ങൾ കാണാത്തത്? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, പടച്ചോന് നിങ്ങളൊരു വഖാറ് കാണുന്നില്ലേ? ഇത് ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതാണ്. പരമകാരുണികനായ റബ്ബിന് നിങ്ങളൊരു വഖാറ് കാണുന്നില്ലേ എന്ന 71-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വചനം നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തുആമി അന്നാ സബബിനൽ മാഅ സബ്ബാ സുമ്മ ശഖഖനൽ അർള ശഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വൈനബാ വഖലബൻ വസൈതൂനം വനഖലാ. നിങ്ങൾക്ക് ഇതൊക്കെ സംവിധാനിച്ചു തന്ന, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളൊന്നോർത്ത് നോക്ക്.
ഈത്തപ്പഴമും മുന്തിരിയും തക്കാളിയും വെണ്ടയും പച്ചരിയും അത് പച്ചക്കറിയും വെള്ളരിക്കയും തുടങ്ങുന്ന ഫ്രൂട്ട് ഐറ്റംസ് എല്ലാം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ നാൽക്കാലികൾക്കും ഭക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു തന്ന പടച്ചതമ്പുരാനെ നമ്മളൊന്നറിയണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 96-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോരുമ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ, വല്ലാത്തൊരു ആയത്താണിത്. എന്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഒരു വചനം. അലം യഅലം ബി അന്നല്ലാഹ യറാ, അവരറിയുന്നില്ലേ അല്ലാഹു അവരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവരറിയുന്നില്ലേ? ഈ ഒരു ബോധമുണ്ടേ വല്ല തെറ്റും ചെയ്യുമാരെങ്കിലും? ഞാൻ ചോദിക്കട്ടെ, ഈ 96-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം നിങ്ങളോട് പറഞ്ഞേ. ഒന്ന് സ്ത്രീകളെ പുരുഷന്മാരെ എല്ലാരും ഒന്ന് ഉരുവിട്ട് നോക്കിയേ, ഒന്ന് ഉരുവിട്ട് നോക്ക്. അലം യഅലം, ഒന്ന് ഉരുവിട്ടെ. അലം യഅലം ബി അന്നല്ലാഹ യറാ, ഒന്ന് പഠിച്ചു നോക്കുമ്പോ തന്നെ. അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം അവരറിയുന്നില്ലേ ബി അന്നല്ലാഹ യറാ, അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നവരറിയുന്നില്ലേ? അവരുടെ ഇരുട്ടിലാകാം, വിജനതയുടെ മറവിലാകാം, ഭിത്തിയുടെ മറവിലാകാം, ശീതീകരിച്ച എസിയുടെ ഒരു ചെറിയ ദ്വാരം പോലുമില്ലാത്ത റൂമിലാകാം ആ അനാശാസ്യ പ്രവണത നടന്നുകൊണ്ടിരിക്കുമ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹ് അവരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നെന്ന് കാണുന്നില്ലേ? കാമുകിക്ക് വേണ്ടി കൊഞ്ചാൻ വേണ്ടി രാത്രിയിൽ ഫോൺ എടുക്കുമ്പോ ആ കൈ ഫോണിലേക്ക് ചലിക്കുമ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ, നിന്റെ റബ്ബ് കാണുന്നുണ്ട്. അത് നീ ഓർക്കണം. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്കാബാ ലാ യദൂകൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വസാഖാ. വല്ലാത്ത വാക്കുകളാണ്. ആ നരകം ഇങ്ങനെ പതിയിരിക്കുകയാണ്, അതിന്റെ അവകാശികളെ തേടിപ്പിടിക്കുകയാണ്. യുഗങ്ങളോളം അവരവിടെ കഴിയുന്നതാണ്. എന്താ കാരണം? ലാ യർജൂന, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, അവർ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുമെന്നവർ വിചാരിച്ചില്ല. അവന്റെ വിചാരണയുണ്ട് എന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഒരവസ്ഥാവിശേഷം മഹ്ശറയിൽ വരാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യമൊന്നോർക്കണം. പടച്ചോനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. അലം യഅലം ബി അന്നല്ലാഹ യറാ. ആ ആയത്ത് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോ ഒന്ന് ചൊല്ലി വെക്കൊണ്ടു മനസ്സിൽ. അലം യഅലം ബി അന്നല്ലാഹ യറാ. അല്ലടോ, നീ ഈ സിനിമ കാണുമ്പോ അലം യഅലം നീ അറിയുന്നില്ലേ, നീ മനസ്സിലാക്കുന്നില്ലേ ബി അന്നല്ലാഹ യറാ, നിന്റെ റബ്ബ് നിന്നെ കാണുന്നുണ്ടെന്ന്. പലിശന്റെ പണം ഇങ്ങനെ എണ്ണി ആജിയാരായിട്ട് ജീവിച്ച് പള്ളി പ്രസിഡന്റായിട്ട് ജീവിക്കുമ്പോൾ പലിശക്ക് കൊടുത്തപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ, നിന്റെ റബ്ബ് നിന്നെ കാണുന്നു. ഭർത്താവിന്റെ അഭാവത്തിൽ മക്കള് സ്കൂളിൽ പോയ സമയത്ത് ഓട്ടോ ഡ്രൈവറെ ഫോൺ ചെയ്ത് ജി വന്നോ, നല്ല ചാൻസാ എന്ന് പറഞ്ഞപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ. മൊബൈലിലേക്ക് SMS അയച്ച് എന്റെ ബാപ്പയമ്മയെ ഉറങ്ങി, അടുക്കളവാതിൽ ഞാൻ തുറന്നു വെച്ചേക്കെന്ന് 16 വയസ്സുള്ള മോളെ നീ SMS അയച്ചപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ. പാവം പിടിച്ച പണ്ഡിതന്റെ ക്ലിപ്പിംഗ് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറവും കട്ട് ചെയ്തപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ. അഡ്രസ് ഇല്ലാത്ത കത്തെഴുതിയപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ. അഡ്രസ് ഇല്ലാതെ പേര് മാറ്റി ഫോൺ വിളിച്ച് തോന്നിയാസം പറഞ്ഞപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ. നീ ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി സ്വവർഗരതിക്ക് വിധേയമാക്കിയപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ. ആ ബസ്സിൽ വെച്ച് ആ പെണ്ണിനെ തോണ്ടിയപ്പോ അവളെ മാറൊന്നും ടച്ച് ചെയ്തപ്പോ അലം യഅലം ബി അന്നല്ലാഹ യറാ. നിന്റെ റബ്ബ് നിന്നെ കണ്ടിരുന്നില്ലേ? ഈ ഒരൊറ്റ വചനം ഇന്ന് നിങ്ങൾ മനപ്പാടാക്കി ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി ഈ വചനം അനുസരിച്ച് ജീവിക്കും തീരുമാനിച്ചു നോക്ക്. പിന്നെ കൊഞ്ചൂല, പിന്നെ കുഴയില്ല, പിന്നെ ഭർത്താവില്ലല്ലോ, മക്കളില്ലല്ലോ, ബാപ്പല്ലല്ലോ, എനിക്ക് അയാളൊന്ന് വിളിക്കാം എന്ന് തോന്നൂല ഒരു പെണ്ണിനും. അലം യഅലം ബി അന്നല്ലാഹ യറാ. അങ്ങനെയാ നബി സമൂഹത്തെ മാറ്റി. അലം യഅലം ബി അന്ന. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഒരു പാൽക്കാരി പെൺകുട്ടിയുടെ കഥ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? 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 എന്താ കഥ? എന്താ കഥ? പാല് വെള്ളം ചേർക്കൂല അറിഞ്ഞു അല്ലേ? എല്ലാവർക്കും അറിഞ്ഞൂടെ? എല്ലാവർക്കും അറിഞ്ഞൂടെ? ആണിനും പെണ്ണിനും. ഏത് ചെറിയ കുട്ടിയോ ആദ്യം പഠിക്കണ അതാ മദ്രസയില്.
കാരണം എല്ലാവർക്കും പറയാ ഹരമുള്ള ഒരു കഥയാ, ഒറ്റക്കുട്ടിയും ജീവിതത്തിൽ പകർത്താത്തൊരു കഥ. ഏത് ഒരു ചെറ്റക്കുടിലെ പെൺകുട്ടി, ഉമ്മ ഞാൻ പാല് വെള്ളം ചേർക്കൂലമ്മ, ഉമറിന്റെ വിളിയാളമുണ്ടുമ്മ. അപ്പൊ ഉമ്മ ചോദിക്കണം, മോളെ ഉമർ കാണോ? നാട്ടുകാരറിയോ? വീട്ടുകാരറിയോ? ഇല്ല, അവരാരും അറിയില്ല, അവരാരും മനസ്സിലാക്കൂല, അല്ലേ? പക്ഷേ ആ കുട്ടിന്റെ ചോദ്യം, ഉമ്മ നാട്ടുകാരറിയില്ലമ്മ, ശരിയമ്മ. ഉമർ അറിയില്ലമ്മ, ശരിയ ഉമ്മ. ഉമറിന്റെ പട്ടാളറിയില്ലമ്മ, ശരിയമ്മ. പാല് വെള്ളം ചേർത്തിട്ട് ആ പാല് കൊടുക്കുന്ന വീടുകളില്ലേ, അവരറിയില്ലമ്മ. അലം യലംബി അന്നല്ലാഹ യറാ, പടച്ചോൻ കാണൂലേ ഉമ്മ? അലം യലംബി അന്നല്ലാഹ യറാ, പടച്ചോൻ ഇതൊക്കെ കാണുന്നില്ലേ? അതുകൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആ വീടിന് ഇങ്ങനെ ഒരു മാർക്കടയാളപ്പെടുത്തിയിട്ട് 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച അമീറുൽ മുഅ്മിനീൻ, മോനെ ആസിമേ, നിനക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലാഹനെ പേടിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കെട്ടിച്ചു തരട്ടെ മോനെ. ആടിന്റെ അകിടിൽ നിന്ന് കറന്നെടുക്കുന്ന ഒരു തുള്ളി പാലിൽ, ഈ പാലിൽ ഒരു തുള്ളി വെള്ളം ചേർക്കില്ല എന്ന് വിശ്വസിക്കുന്നവൾ അവളുടെ ശരീരത്തിൽ മറ്റൊരു പുരുഷനെ പങ്കു ചേർക്കുമോ? അവളുടെ ചാരിത്രത്തിൽ ഒരുത്തനെ പങ്കു ചേർക്കുമോ? മോനെ, പതിവ്രതയായ ചെറ്റക്കുടിലെ ഒരു മോളെ, അല്ലാഹനെ പേടിക്കുന്ന ഒരു മോളെ. അങ്ങനത്തെ കുട്ടികളെ കല്യാണം കഴിക്കാൻ യോഗ്യം ഉണ്ടായിട്ടുണ്ടോ മുജാഹിദിന്? ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പടച്ചോനെ പേടിക്കുന്ന ഒരു പെണ്ണിന് വല്ല സ്ഥാനം ഉണ്ടായിട്ടുണ്ടോ? എവിടെ? ഞാന് പറഞ്ഞാ കുറച്ച് കൂടിപ്പോവും. ഇനി ദയവ് ചെയ്ത് ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞുതരാം. ജമാലുദ്ദീൻ അഫ്ഗാനി പൂർണ്ണമായിട്ട് നമുക്ക് സ്വീകാര്യനാണ് ഞാൻ പറഞ്ഞു എന്ന് നാളെ പറയരുത്. സ്വീകാര്യനല്ല, തൗഹീദിൽ പെർഫെക്റ്റ് ആയിരുന്നു, മറ്റു ചില കാര്യങ്ങൾ സൂഫി ചിന്തയുള്ള ആളായിരുന്നു. ഈ ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞ ഈ വാക്ക് നമുക്ക് ഉപകാരമാണ്, അതുകൊണ്ട് അത് കോട്ട് ചെയ്യുന്നത്. ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞു, നിങ്ങൾ യൂറോപ്പിൽ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പറയണം. അതെന്താ? ഞങ്ങളാരും മുസ്ലിങ്ങളല്ല, ഞങ്ങളെ കയ്യിൽ 2 ആയുധമുണ്ട്, ഖുർആനും സുന്നത്തും, അത് നല്ലൊരു സാധനമാണ്, നിങ്ങൾ ഉൾക്കൊണ്ടോളി, ഞങ്ങൾ മുസ്ലിങ്ങളല്ല. അത് എനിക്ക് മുജാഹിദുകളോട് പറയാനില്ല. നിങ്ങൾ നാളെ ഞങ്ങൾ മുജാഹിദുകളല്ല, ഞങ്ങളുടെ കയ്യിൽ നല്ലൊരു ആദർശമുണ്ട്, വേണേ രക്ഷപ്പെട്ടോളി. ഡേവിഡ് മൂസ പിറ്റ്കോക്ക് കേട്ടിട്ടുണ്ടോ? എറണാകുളം സമ്മേളനത്തിന്റെ ആദ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മഹാപണ്ഡിതനാണ് ആര്? ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, ലണ്ടനുകാരൻ, ഇസ്ലാം സ്വീകരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. ഡേവിഡ് മൂസ പിറ്റ്കോക്ക് ആ പ്രസംഗത്ത് പറഞ്ഞൊരു വാചകന്റെ കർണപുടങ്ങളിൽ ഇന്നും മുഴങ്ങി നിൽക്കുകയാണ്. ഡേവിഡ് മൂസ പിറ്റ്കോക്ക് പറഞ്ഞെന്തറിയോ? നല്ല ഒരു ഉൽപ്പന്നം, നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഉൽപ്പന്നം ഒരു ചീത്ത സെയിൽസ്മാന്റെ കയ്യിൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് നല്ലൊരു വസ്തുവായ ഇസ്ലാമിനെ വൃത്തികെട്ട മുസ്ലിമിന്റെ കയ്യിലാപ്പുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും ഉറക്കെ പറയും, ഞാനൊരു മുജാഹിദല്ല, എന്റെ കയ്യിൽ നല്ലൊരു ആദർശമുണ്ട്, മൻഹജു സലഫ്, ഇതാ കൊണ്ടുപോയിക്കോളി, നന്നായിക്കോളി, സ്വർഗം നേടിക്കോളി, എനിക്കിത് വേണ്ട. ക്ഷമിക്കണേ, എന്നോട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഈ ചെങ്ങായിന് എന്ത് ചെയ്താലും ഇപ്പൊ മെരുങ്ങണില്ലല്ലോ അല്ലേ? അങ്ങനെ ചിലക്കെങ്കിലും തോന്നും. അപ്പൊ നമുക്കൊരു കത്തൂടി എഴുതാം അങ്ങട്ട്, സംഗതി ഇവിടെ ചിലത് പൊട്ടിച്ചിട്ടുണ്ട്, എഴുതിക്കോ, പടച്ചോന്റെ ശിക്ഷയായിട്ട് വാങ്ങിക്കും. എനിക്ക് അതിലൊരു വിരോധമില്ല. ഞാൻ ഇന്ന് വരെ ഒരുത്തന്റെ ചെലവിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് വരെ പടച്ചോനോട് ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ, റബ്ബേ ഒരുത്തന് തല ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന ഒരവസ്ഥ അത് ഉണ്ടാക്കല്ലേ ജീവിതത്തിൽ. തല എടുക്കുന്ന ഒരവസ്ഥ ഈ എനിക്ക് തന്നോ. ഇത് ഒരുത്തനെ വാളുകൊണ്ട് വെട്ടിയിട്ട് ആ തല ഇങ്ങനെ അരിഞ്ഞു വീണിട്ട് ആ ഉടലിങ്ങനെ പെടക്കണ ഒരു രംഗോ ഈ എനിക്ക് തന്നോ. പക്ഷെ ഒരു മഹ്ലൂക്കിന്റെ മുമ്പിലോ എന്റെ ഉറുപ്പ്യന്റെ മുമ്പിൽ ഇങ്ങനൊന്ന് വെച്ചു കൊടുക്കുന്ന അവസ്ഥ പടച്ചോനെ തരരുതേന്ന് 5 വക്തിലും പ്രാർത്ഥിച്ചോളി എല്ലാരും. കാരണം സ്വർഗം പ്രസംഗിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല, നരകം പ്രസംഗിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല, യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഹബീബുനാ റസൂലല്ലയാ പറയുന്നത്. അബൂ സുഫിയാൻ അങ്ങ് ഇറാഖ്ലിയസ് ചക്രവർത്തിയുടെ കൊട്ടാരത്ത് പറഞ്ഞില്ലേ, ഒരു നുണയും പറയില്ല. ആ നബിയിലാ ഞാൻ നിങ്ങളും വിശ്വസിച്ച്. ആ നബിയാ പറയുന്നത്, വന്നാറു ബിസ്ലു ദാലിക്, സ്വർഗം നിങ്ങളുടെ ചെരുപ്പിനോട് എത്ര അടുത്തിരിക്കുന്നുവോ അത്ര തന്നെ നരകവും നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. വന്നാറു മിസ്ലു ദാലിക്. അതുകൊണ്ട് ആ നരകത്തിൽ എത്തിപ്പെടരുത്, ആ നരകത്തിലെത്താതെ സൂക്ഷിച്ചോളണം. അതുകൊണ്ട് അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹ് നിങ്ങളെ കാണുന്നുണ്ട്. ഈ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ ശരിക്കും പഠിച്ചോളി. 96-ാം അധ്യായം 14-ാമത്തെ വചനം. ഇനി വേറൊരു അധ്യായത്തിലെ 14-ാമത്തെ വചനവും കൂടി പറയാ. ഇത് രണ്ടും ഒന്ന് പഠിച്ചാൽ നമ്മൾ നന്നായി. എന്താ രണ്ട് കേട്ടോ?
ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിത്വത്തെ, രണ്ടാം ഉമർ എന്ന പേരിൽ വിളിക്കപ്പെട്ട ഒരു മഹാനായ വ്യക്തിത്വത്തെ നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് കേട്ടിട്ടില്ലേ? അദ്ദേഹം ഇമാമത്ത് നിന്ന് നിസ്കരിക്കുക, ഇമാമത്ത് നിന്ന് അദ്ദേഹം നിസ്കരിക്കുക. അങ്ങനെ അദ്ദേഹം ഖുർആനിലെ 91-ാം അധ്യായം സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനത്തിലെത്തി. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്ന വചനം ഓതി ബോധം കെട്ട് നിലത്തേക്ക് വീണു. ബോധം കെട്ട് ആളുകളെ ചുറ്റിലും കൂടി ഫഅൻദർതുകും നാറൻ തലല്ലാ, ഫഅൻദർതുകും നാറൻ തലല്ലാ, ഫഅൻദർതുകും നാറൻ തലല്ലാ എന്നിങ്ങനെ ചുണ്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടെന്ന് ഫഅൻദർതുകും നാറൻ തലല്ലാ, ഫഅൻദർതുകും നാറൻ തലല്ലാ, വെള്ളം തിളക്കണമായിരി ചുണ്ടെന്ന് ഈ ആയത്ത് ഇങ്ങനെ തിളക്കുകയാണ്. എന്താ ഇതിന്റെ അർത്ഥം? കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു. ഓർക്കാൻ കഴിഞ്ഞില്ല, ബോധം കെട്ട് വീണു. അങ്ങനെ നരകത്തെ സ്പർശിച്ച് മനസ്സിലെ ആ നരകത്തിന് ഇനി കേട്ടോ എന്താ നരകോ? രണ്ടായത്ത് കേൾപ്പിച്ചരാ. പരിചയമുള്ള ആയത്ത സൂറത്തുൽ നിസായിലെ 56-ാമത്തെ വചന. ആ വചനം വായിച്ചിട്ട് ഒരു ഹിന്ദു മുസ്ലിം ആയിട്ട് ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രഗത്ഭനായ ഒരു പ്രൊഫസർ, ഈ കഴിഞ്ഞ MSMന്റെ പരീക്ഷയിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്റെ വായനയുടെ ഓർമ്മകളിൽ. കേട്ടോ എന്താ അത്? 56-ാമത്തെ വചനമെന്ന് വായിച്ചോ. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, തെളിവുകളെ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. കുല്ലമാ നളിഅത് ജുലൂദുഹും ബദ്ദല്ലാഹു ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുരുകുമ്പോഴൊക്കെ ബദ്ദല്ലാഹു ജുലൂദൻ ഗൈറഹാ, അവർക്ക് പകരം നാം തൊലി നൽകുന്നതാണ്. അവരുടെ തൊലി കരിഞ്ഞു പോയാൽ വീണ്ടും നാം അവർക്ക് തൊലി നൽകുന്നതാണ്. തൊലിയിലാണ് വേദന. അതുകൊണ്ടാണ് മോഡേൺ സയൻസ് തീ പൊള്ളിയ ഒരു മനുഷ്യനെ സൂചി കൊണ്ട് കുത്തി നോക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മനുഷ്യരെ, ഇങ്ങനെയുള്ള നരകം, തൊലികൾ മാറ്റി മാറ്റി ലഭിക്കുന്ന ആ ഭയാനകരമായ നരകം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നരകത്തെ തൊട്ട് കാത്തോളീൻ. നരകത്തെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തോളീൻ. അതേ കല്ലുകളും മനുഷ്യരും കത്തിക്കപ്പെടുന്ന ഭയചകിതമായ നരകം, അവിടെ ആരാ ഉള്ളത്? അവിടെ പരുഷ സ്വഭാവികളായ കഠിന ഹൃദയന്മാരായ മലക്കുകളാണ്. അല്ലാഹ് പറഞ്ഞതെന്തും അവര് നടപ്പാക്കുന്നതാണ്. ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് ഈ സദസ്സിൽ കൂടിയ കുറച്ച് ആളുകളല്ലേ നമ്മളുള്ളൂ. ഈ സദസ്സിൽ കൂടി നിങ്ങളോടൊക്കെ എന്റെ നഫ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഈ നരകത്തെ നമ്മൾ ഭയപ്പെടണം. ഈ നരകത്തെ ഭയപ്പെട്ടിട്ട് മറ്റൊന്നിനെയും ഭയപ്പെടാതെ ഹക്കിലുറച്ച് ബാത്തിലിൽ നിന്ന് വിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ കഴിയുക. അലം യഅതികുൻ നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ വകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ ആളുകൾ വന്നിട്ടില്ലായിരുന്നോ എന്ന് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്ന 60-ാം അധ്യായം 8, 9, 10 വചനം. അപ്പൊ അവര് പറയും ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അതെ, നല്ല വയലൊക്കെ പലരും പറഞ്ഞു തന്നിരുന്നു. ഇന്ന് ഞാൻ കേട്ട ഒരു സംഭവമാണ്. ഒരു സ്ഥലത്ത് വലിയ മുജാഹിദുകൾ കൂടി വലിയൊരു പരിപാടി നടക്കണു. അവിടെ എന്റെ കേസറ്റ് ഒരു കാരണവശാലും വെക്കരുത് എന്ന് വിലക്കണു. ആര്? നമ്മുടെ സഹോദരങ്ങള്. എന്തേ ഇപ്പൊ അവിടെ പ്രസംഗിച്ചത്? മനുഷ്യർക്ക് വിലക്കാൻ മാത്രം ഞാനൊക്കെ നിങ്ങളോട് എന്തേ പറഞ്ഞത്? എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കാണ്. അല്ല, എനിക്ക് എന്റെ കേസറ്റിൽ നിങ്ങൾ എന്താ തകരാറ് കണ്ടത്? ഒന്ന് ഏറ്റവും ചുരുങ്ങിയതാ ബാലുശ്ശേരി, നിങ്ങൾ എന്ന കേസറ്റിൽ ഖുർആനും സുന്നത്തിനെതിരായ എന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു മാറ്റുകയാണെങ്കിൽ ഞാൻ എന്തു പറയും? ശരി. ഇനി ഒരു വാചകം ഒരു സ്ഥലത്ത് തെറ്റിയാൽ പ്രിയപ്പെട്ടവരെ ആ വാചകം കട്ട് ചെയ്താൽ പോരെ? ആ വാചകം കട്ട് ചെയ്താൽ പോരെ? ആ കേസറ്റുകൾ മുഴുവൻ എടുത്ത് ഓവിച്ചാൽ കൊണ്ടുപോയിരുന്നോ? ഇതെന്തോ വേറെന്തോ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഈ ഹക്കിനെ തിരിച്ചറിയും. എന്നിട്ട് പടച്ച തമ്പുരാനോർത്തിട്ട്, പടച്ചോനെ ഞാൻ എന്താ ഈ ചെയ്യണത്, ഞാൻ എന്താ ഈ പ്രവൃത്തി ചെയ്യണത് എന്ന് നമ്മൾ ഗൗരവമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. മനുഷ്യർക്ക് പരലോകത്തേക്ക് അല്ലാഹുവിനെ അറിയുക എന്നും മടക്കയാത്രയൊക്കെ ഉൾക്കൊള്ളുന്ന കേസറ്റുകൾ മുഴുവൻ എടുത്ത് കെട്ടിപ്പൂട്ടി പേക്കാക്കി മാറ്റിവെച്ച എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ പ്രവണത എവിടെ ചെന്ന് അവസാനിക്കും? ഈ പ്രവണത ഗൗരവമായി ദീന് പറയുന്നവരുടെ കേസറ്റൊക്കെ മടക്കിക്കുകയാണ്.
പിന്നെ തമാശയും വിറ്റും പിന്നെ നബീനെ വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗൗരവമായിട്ട് വിറ്റാൽ നാം എവിടെ എത്തി നിൽക്കുന്നു എന്നത് വളരെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല നിങ്ങൾ നാളെ പറയരുത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ തെന്നങ്ങളോട് പറയുന്നത്. ഗൗരവമായി ഇത് മനസ്സിലാക്കി പഠിച്ചിട്ട് ഗൗരവമായി പഠിക്കും. അല്ല ഇതൊക്കെ അറിയുന്നുണ്ട്. ഞാൻ ഒരു ഫസാദിന് നിൽക്കരുത്, നമ്മൾ ആരും നിൽക്കരുത്. ഇത് ഒരാള് ആരും ഒരു ഫസാദിനും മെനക്കെടരുത്. ഫസാദ് ഒരിക്കലും രക്ഷപ്പെടൂല. ഫസാദ് കൊണ്ട് പറല ഒത്തക്കൂഫിത്തിന ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഒത്തക്കൂഫിത്തിന, എടോ കുഴപ്പത്തെ സൂക്ഷിക്കേ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനെ സൂക്ഷിക്കേ, എന്നിട്ട് നീ എന്ത് ചെയ്യേ, അത് നിങ്ങളെ എല്ലാരെയും ബാധിക്കും. അതുകൊണ്ട് പരമാവധി കുഴപ്പത്തെ ഒതുക്കാൻ നോക്കി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാം അധ്യായത്തിൽ 25 നമ്മളോട് പറഞ്ഞതാണ്. തീർന്നില്ല. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. സ്വർഗ്ഗം ആർക്കുള്ളതാ സ്വർഗ്ഗം? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്ത, താൻ പോരിമ നടിക്കാത്ത സാധാരണക്കാരായ നല്ല മനുഷ്യർക്കുള്ളതാണ് സ്വർഗ്ഗം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഖുർആനിലെ 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനമാണ് ഞാനിപ്പോ കേൾപ്പിച്ചത്. ശരി, ഇനി ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക. ഖുർആനുമായി, വിശുദ്ധ ഖുർആനുമായി കുറച്ച് കാര്യം അത് പറയാൻ. എന്താ നമ്മുടെ ബന്ധം? മുസ്ലിങ്ങളെ ഈ റമളാനിലൊക്കെ നമ്മൾ ഓതി, നമുക്ക് എല്ലാറ്റിന്റെ അർത്ഥം അറിയും. ഇമാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞങ്ങൾ 10 ആയത്ത് റസൂലിൽ നിന്ന് പഠിച്ചാൽ നമ്മൾ അങ്ങനെ ആവണം, സ്വഹാബിമാരുടെ പാത പിന്തുടരുന്നവരാകണം. 10 ആയത്ത് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ആ 10 ആയത്ത് തെറ്റാതെ ഞങ്ങൾ മനപ്പാടാക്കും. പിന്നെ ആ 10 ആയത്തിൽ ഇന്നത് ചെയ്യണം എന്നുള്ള കൽപ്പിച്ച അത് മുഴുവൻ ഞങ്ങൾ നടപ്പാക്കും. ഇന്നത് ചെയ്യരുത് എന്നുള്ള ഞങ്ങളോട് പറഞ്ഞാൽ അത് മുഴുവൻ ഞങ്ങൾ ഉപേക്ഷിക്കും. എന്നിട്ടേ ഞങ്ങൾ 11-ാമത്തെ ആയത്ത് പഠിച്ചിരുന്നു. ഞാനും നിങ്ങളും പ്രാവർത്തിയാക്കണം. ഇത് പറയുന്നത് ഞാനാണിത് ആദ്യം പ്രാവർത്തിയാക്കേണ്ടത്. അതിൽ യാതൊരു സംശയം വേണ്ട. ഞാൻ മാറിയിട്ട് നിങ്ങൾ നന്നാണെന്ന് എല്ലാം പറയുന്നത്. എന്നോട് 1000 വട്ടം പറഞ്ഞ ഒരു കാര്യം 1001-ാമത്തെ വട്ടങ്ങളോട് പറയും. ഇതാണ് എന്റെ ഒരു രീതി. 1000 വട്ടം ഞാൻ എന്നോട് പറയും, എവിടെ മുജാഹിദ് നിനക്ക് തയ്യാറാണ്? എടാ 10-39 വയസ്സുള്ള നിനക്ക് എവിടെയാ തകരാറ് എന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു. എന്റെ തകരാറുകൾ ഓരോ നിമിഷവും ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ തിരുത്താൻ സന്നദ്ധനാകുന്നു. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച്. പ്രാസംഗികമാർ പരലോകത്ത് വരും, അള്ളാന്റെ റസൂൽ പറയാൻ, അങ്ങനെ അവരുടെ കൊടല് പുറത്തേക്ക് ചാടും. എന്നിട്ട് ടാസുകല്ലില് പിന്നെ നമ്മള് കാള കറങ്ങണമാതിരി അവരിങ്ങനെ കറങ്ങും. അപ്പൊ ആള് വിളിച്ചു, ഇത് ആരാത്? ഇത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ആലിമായിരുന്നു. എല്ലാ നന്മയും കൽപ്പിക്കും, അയാളുടെ ജീവിതത്തിൽ അതൊന്നുമില്ല. എല്ലാ തിന്മയും വിരോധിക്കും, അയാളുടെ ജീവിതത്തിൽ ആ തിന്മയൊക്കെ ഉണ്ട്, അയാൾക്കുള്ള ശിക്ഷയാണ്. ഞാനൊക്കെ പലപ്പോഴും ആലോചിക്കും, പഠിച്ചോനെ പ്രസംഗിക്കണ്ട. കുറച്ചു കാലം പ്രസംഗിക്കാതെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്, പ്രസംഗിക്കാത്ത ചാൻസ്. ഇപ്പം നല്ല സുഖമാണ്. കാരണം ഞാൻ ഈ സദസ്സിലൊരു കാര്യം കൂടി പറയാൻ, എൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള നദവത്തുൽ മുജാഹിദീൻ നിങ്ങൾ അറിയിക്കും, എന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്നെ നിങ്ങൾ ഫോണിൽ വിളിച്ചിട്ട് ഡേറ്റ് തരണമെന്ന് പറയാൻ പാടില്ലേനി. അങ്ങനെയാണ് KNM-ന്റെ തീരുമാനം. അത് ഞാൻ ഇവിടെ സദസ്സിൽ അറിയിക്കാൻ. കാരണം എനിക്ക് ഓരോ ഫോൺ എടുക്കുമ്പോൾ ഒറ്റ ചെവിയേ ഉള്ളൂ. പഠിച്ചവനോർത്ത് ഞാൻ പറയണം, ഒറ്റ ചെവി എനിക്കുള്ളൂ. അതിന് 50% കേൾവിയുള്ളൂ. ഈ ചെവി തീരെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ പരാതി പറയുന്നവരോട് 50% എൻ്റെ ചെവി ഒരു ദിവസം 200-300 ഫോൺ വരും. ഇതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്ത 5 കൊല്ലം കൊണ്ട് എനിക്ക് തീരെ കേൾവി ഉണ്ടാവില്ല. അപ്പൊ തീരെ ഫോൺ എടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കാതിരിക്കാനും കൂടി ഞങ്ങളോട് പറയണം, നിങ്ങൾ പരിപാടി ബുക്ക് ചെയ്യാൻ ഇന്നെ വിളിക്കാൻ പാടില്ല. ആദ്യമായി നിങ്ങളുടെ യൂണിറ്റിന്റെ ലെറ്റർ പേഡിൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയെ ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചു കൊള്ളട്ടെയോ, അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് കനിഞ്ഞരുളാൻ ഞങ്ങൾ നേതൃത്വത്തോട് അപേക്ഷിക്കുന്നു എന്നൊരു കത്ത് കൊടുക്കണം. പോരാ, ആ കത്ത് കിട്ടിയാ പോരാ. ആ കത്ത് കമ്മിറ്റി ചർച്ച ചെയ്ത് വേണോ വേണ്ടേന്ന് തീരുമാനിച്ച്, വേണ്ട എന്നാണെങ്കിൽ വേണ്ട എന്നുള്ള ലെറ്റർ ഉത്തരവാദിത്തത്തോട് നിങ്ങളുടെ യൂണിറ്റിലെത്തും. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം. വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ അനുസരിക്കണം, വേണമെന്നാണെങ്കിൽ നിങ്ങൾ പ്രൊസീജിയർ പാസ്സാക്കുക. ഇത് ഇന്നലെ പാസ്സാക്കിയ നിയമമാണ്, ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ വിചാരിച്ച് ഇനി എപ്പോഴും വിളിക്കാന്ന്. വേണ്ട, 2 ദിവസം കഴിയുമ്പോഴേക്ക് സ്ട്രിക്റ്റാ. നാളെ ഇപ്പം എന്താ സ്ഥിതി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എവിടെയും എത്ര കാലം എന്ന വേദിയിലൊക്കെ പ്രസംഗിച്ചോളാന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഹൃദയത്തിന്റെ അഗാധത എന്ന് പറയാൻ ഞാൻ. അതുകൊണ്ട് എന്നെ ഇനി ബുക്ക് ചെയ്യാൻ വിളിക്കണ്ട. സ്റ്റേറ്റ് കമ്മിറ്റി നിങ്ങൾക്ക് ലെറ്റർ തന്ന ആ ലെറ്ററുമായിട്ട് എൻ്റെ അടുത്ത് വരണം.
എന്നിട്ട് എനിക്ക് ബോധ്യപ്പെടണം സ്റ്റേറ്റ് കമ്മിറ്റി എൻ്റെ പരിപാടി അനലല്ലൂരിൽ അല്ലെങ്കിൽ പട്ടാമ്പിയിൽ അനുവദിച്ചിരിക്കുന്നു എന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് തരണം. ഇതാണ് ഇന്നലത്തെ തീരുമാനം. ഇത് ഞാൻ നിങ്ങൾ അറിയിക്കുന്നത്. ഈ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിച്ചിട്ട് വിളിക്കും, ഇനി വിളിക്കണ്ട. ഈ പ്രൊസീജിയർ പാസ്സാക്കിയിട്ട് പിന്നെ വിളിച്ചോളി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ജൂതന്മാർക്ക് സംഭവിച്ച ഒരു ദുരന്തം നമുക്ക് സംഭവിക്കാൻ പാടില്ല. അതെന്താ ജൂതന്മാർക്ക് സംഭവിച്ച ദുരന്തം? ജൂതന്മാർക്ക് സംഭവിച്ചത് മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. വേദം ചുമന്ന കഴുതകളെ പോലെ അവരായി. കാരണം വേദം ചുമക്കുന്ന കഴുതക്ക് ആ വേദഗ്രന്ഥത്തിൽ എന്താ ഉള്ളതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥത്തിൽ ഉള്ളത് എന്താണെന്നറിയാത്ത കഴുതയെപ്പോലെ ഈ വേദഗ്രന്ഥത്തിൽ എന്താ ഉള്ളതെന്ന് അറിയാത്തവർ നിങ്ങളാകരുത്. ഖുർആനിലെ 62-ാം അധ്യായം സൂറത്ത് ജുമയിലെ 5-ാമത്തെ വചനമാണ്. എല്ലാവരും ഓർക്കണം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ആകരുത്. നമ്മൾ ഈ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളത് നോക്കണം. ഖുർആനും സുന്നത്തും പഠിച്ച് രക്ഷപ്പെട്ടോളേ എന്നാണ് ഞാൻ പറയുന്നത്. ആരെയും കാത്തിക്കണ്ട. ഖുർആനും സുന്നത്തും പഠിക്കുകയും സലഫുകളുടെ മാർഗ്ഗം അറിയുകയും അതിനനുസരിച്ച് വീട്ടിന്റെ ഏതോ ഉള്ളിൽ ഇബാദത്ത് ചെയ്ത് ജീവിച്ചോളി, എന്നാലും പ്രശ്നമല്ല. പക്ഷേ ഹക്ക് വിട്ട് ബാത്തിൽ കളിക്കരുത്. അത്രയുള്ളൂ. എങ്ങനെയും പുറത്തിറങ്ങാൻ കഴിയണില്ല നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരവസ്ഥപ്പല്ല. അധ്വാനിച്ചോളി, നന്നായി പണിയെടുത്തോളി. ഓരോ വീട്ടിൽ ഭാസ്കരേട്ടാ, ഞാൻ അബ്ദുൽ ജബ്ബാർ, ഞാൻ ISMന്റെ പ്രവർത്തകനാണ്, KNMന്റെ പ്രവർത്തകനാണ്. അതെ, ഞാൻ ഈ നാട്ടിലെ ജീവിക്കുന്ന കുറെ കാലമായി. കുറ്റബോധം കൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് വന്ന്. അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. 10 റുപ്യ സംഭാവന ചോദിച്ചു വന്നല്ല ഞാൻ. എൻ്റെ മോളെ കല്യാണം നടത്തി തരണോ? നിങ്ങൾ അള്ളാഹിനെ പറ്റി പഠിക്കണം. പടച്ചോന്റെ വായു ശ്വസിച്ച് പടച്ചോന്റെ വെള്ളം കുടിച്ച് നാളെ നിങ്ങൾ വിഗ്രഹാരാധനായിട്ട് മരിച്ചു വരും. ഇത് മാത്രല്ലേ നമ്മുടെ ലക്ഷ്യം? അല്ലേ? എന്റെ ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ വരീൻ, ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും ഇരിക്കീൻ. എന്നിട്ട് നമ്മൾ പരസ്പരം ഏകദൈവാരാധനയിൽ, അതെ, അള്ളാഹ്ക്ക് പുറമെ നമ്മൾ ചിലർ റബ്ബാക്കാതിരിക്കാൻ, നമ്മളെല്ലാം ഒന്നാണെന്ന് പറയാൻ ആ ബാധ്യത നിർവഹിക്കുക. ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഒരു ചെറിയ ലഘുലേഖ, ഭാസ്കരേട്ടാ ഇതൊന്ന് വായിക്കണേ, ഇത് ഞങ്ങളൊരു പണ്ഡിതന്റെ കേസറ്റാണ്, ഇതൊന്ന് കേൾക്കണേ, നിങ്ങൾ വേദത്തിൽ ഏകദൈവാരാധന പറയണ, ഇത് നിശ്ചോപ്തൃത്വ പ്രസ്ഥാനത്തിന്റെ ഒരു ബുക്കാണ്, ഇത് ഞങ്ങളുടെ ഒരു പ്രബോധകന്റെ ബുക്ക് പ്രസംഗമാണ്, ഒന്ന് കേട്ടു നോക്കണേ. സിനിമ കാണുന്ന കൂട്ടത്തിൽ എന്തൊരു രസമുണ്ട്. അടങ്ങിയിരിക്കാൻ എവിടെ സമയവും? കേസറ്റുകളൊക്കെ വാങ്ങിച്ച് അതാദ്യം നിങ്ങൾ കേൾക്കുക. അതിലെന്തെങ്കിലും തകരാറോ കുഴപ്പമുണ്ടോ നിങ്ങൾ നോക്കുക. ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ്, ഇത് മാധവേട്ടന് കൊടുക്കാം എന്ന് മനസ്സിലാക്കി ചെയ്യുക. ആരെ കാത്തു നിൽക്കുകയാണ്? ഒരു നായികയെ അള്ള പെന്തിച്ചിടൂലട്ടോ. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ യാത്ര ചെയ്ത് ഗൾഫിൽ നിന്ന് കയറി ജീപ്പിലേക്ക് കയറി 5 ജീവനാമനെയാണ് പൊലിഞ്ഞു പോയത്. അല്ലേ? അതിൽ 5 സീരിയസ് ആയ അവസ്ഥ, 2 മരിച്ചായിട്ടാണ് എൻ്റെ അറിവ്. സഹോദരാ, ഇതല്ലേ അവസ്ഥ? മക്കളെ കാണാൻ, കല്യാണത്തിൽ പങ്കെടുക്കാൻ എയർപോർട്ടിൽ ഇറങ്ങി പോകുമ്പോൾ നിമിഷങ്ങളെ കൊണ്ട് തകരുന്ന ഈ ഒരു ജീവിതത്തെ കളിച്ചില്ലാണ്ടാക്കരുത്, നശിപ്പിച്ചില്ലാണ്ടാക്കരുത്. പടച്ചോനോടെ നമുക്ക് ബാധ്യതയുള്ളൂ മനുഷ്യരെ. റബ്ബ് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഇപ്പം എന്താ ചെയ്യല്? ഒരിഷ്ടം, ഇവരുടെ ഇഷ്ടം, അയാളുടെ സപ്പോർട്ട്. ഒരാൾ പറയരുത് മുജാഹിദെ, ഒരു പ്രാസംഗികം പറയാൻ, എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ വയ്യ. അതുകൊണ്ടാ എന്താ പറയണറിയോ? ആളും മർത്തവും സ്ഥാനവും സ്ഥാപനവും ഒക്കെ എവിടെയാണോ അവിടെ നിൽക്കലാ ബുദ്ധി. സുബ്ഹാനല്ലാഹ്. മുജാഹിദുകൾ ഇന്ന് വരെ പറഞ്ഞ വാക്കെന്താ? ഖുർആനും സുന്നത്തും സച്ചരിതരുടെ സലഫുകളുടെ ചര്യയും ആരോടൊപ്പമാണോ എനിക്കത് മതി, അവിടെ നിൽക്കലാ ബുദ്ധി. അവിടെ നിന്ന് മാറി കോളേജ് എവിടെ, സ്കൂൾ എവിടെ, സ്ഥാപനം എവിടെ, ഞാൻ അയാളായിട്ട് തുടങ്ങി വെച്ച റിയൽ എസ്റ്റേറ്റിന്റെ ബാക്കി എവിടെ, അയാളെവിടെ? സുബ്ഹാനല്ലാഹ്. ഇത് തന്നെയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം? ഇത് തന്നെയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അപജയം? അതുകൊണ്ട് ശരിക്ക് ഗൗരവമായി ജീവിതത്തെ വിലയിരുത്തി വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ ഖുർആനിലെ അവസാനത്തെ വചനം അള്ളാഹു എത്ര വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക്
മടങ്ങിപ്പോകുന്ന ആ ദിവസത്തെ ഭയപ്പെടും മനുഷ്യ, നിന്റെ അമലുകൾ ബോധ്യപ്പെടുന്ന ആ മണ്ണിൽ. അതെ അതെ, ആ മണ്ണിൽ അതൊരു ബോധ്യപ്പെടി, അത് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് റോട്ടിലേക്ക് ഇറങ്ങിക്കോളൂ. സൂറത്ത് ബഖറ 280 അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കി. ഇനി ഞാൻ ചോദിച്ചോട്ടെ മുജാഹിദുകളെ, തൗഹീദ് ഉണ്ടെങ്കിൽ അല്ല മറ്റതൊക്കെ പുറത്തു തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ആളുകളല്ലേ നമ്മള്? തൗഹീദ് ഇല്ലാത്ത മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഒരു മാധവേട്ടൻ മരിച്ചു എന്ന് കേട്ടാ പൊട്ടിക്കരയുണ്ടേ ഒരു മുജാഹിദ്? പഠിച്ചോനെ, എന്റെ അയൽവാസിയായി, എന്റെ പാർട്ട്ണറായി, എന്റെ കൂടെ പഠിച്ച എന്റെ സുരേഷ് ഷിർക്കിലായി മരിച്ചുപോയല്ലോ, ഒരു നിമിഷം പോലും എനിക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ. ഈ ഖുർആൻ നോക്കൂ, വലിയ വലുവന്നിയായ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അത് എത്തിച്ചു കൊടുക്കാൻ കഴിയാതെ പോയവരെ അള്ളാന്റെ മുമ്പിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരെന്താണ് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അവർ ഖുർആനിന് നേരെ അവരുടെ ഹൃദയം തുറന്നു വെക്കുന്നില്ലേ? ആമിനത്ത, ആയിഷത്ത, ജബ്ബാറെ, അതേ അബ്ദുറഹ്മാനെ ഓർത്തോ? ഈ ഗ്രന്ഥത്തിന് നേരെ നിന്റെ ഹൃദയം തുറന്നു വെക്ക്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട് എന്നല്ലാന്റെ ചോദ്യം തീർന്നില്ല. സൂറത്ത് ഖമറിൽ 4 സ്ഥലത്താണ് അല്ലാഹ് പറഞ്ഞ എന്ത്? വലക്കദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനെ പറ്റി പഠിക്കാനും ചിന്തിക്കാനും നിങ്ങൾ തയ്യാറുണ്ടോ? പഠിക്കാനും ചിന്തിക്കാനും നിങ്ങൾ സന്നദ്ധരാണോ? എങ്കിൽ നിങ്ങൾ പഠിക്ക്. ഖുർആനിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നു മുതൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരായത്ത് പഠിച്ചിട്ടല്ലാതെ ഈ രാത്രി ഞാൻ ഉറങ്ങില്ല എന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വന്നവരെ നാം തീരുമാനിക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഒരു വചനം ഞാൻ അർത്ഥസഹിതം പഠിച്ചിട്ടല്ലാതെ അമാനമൗലിയുടെ പരിഭാഷ നോക്കി അതിൽ നിന്നൊരർത്ഥവും അതിന്റെ വ്യാഖ്യാനവും അതിൽ വന്ന ഹദീസും നോക്കിയിട്ടല്ലാതെ ഈ മുജാഹിദായ ഞാൻ മരിക്കില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്കും എനിക്കും മാറ്റമുണ്ടായി. അതല്ല, അവിടെയും വനിതയാണോ വായിക്കുന്നത്? അവിടെയും ചാനലാണോ കാണുന്നത്? അവിടെയും സെക്സാണോ ആസ്വദിക്കുന്നത്? എങ്കിൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്താശേഷി നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും എന്ന പടച്ചോന്റെ വാക്ക് മറക്കരുത്. നീ എന്ത് കേട്ടു, നീ എന്ത് കണ്ടു, നീ എന്തറിഞ്ഞു എന്ന് തീർച്ചയായും പടച്ചോന്റെ മുമ്പിൽ ചോദിക്കും. 17:36. അതുകൊണ്ട് ടിവിയുടെ മുമ്പിൽ നിന്ന് കണ്ണ് കേടിരുത്തണ്ട, നരകത്തിലെത്തിക്കണ്ട, കാത് കേടിരുത്തണ്ട. ഖുർആൻ കേട്ടോ എത്രയും. അതേ അള്ളാന്റെ ഖുർആനെ വിട്ട് നീ തിരിഞ്ഞു കളഞ്ഞാൽ ഇടുങ്ങിയ ഒരു ജീവിത ഈ ലോകത്ത് നിനക്കുണ്ടാവുക. അന്ധനായിട്ടാ പരലോകത്ത് വരിക. അപ്പൊ അള്ളഹാനോട് ചോദിക്കും, റബ്ബേ ദുനിയാവിലെ കണ്ണ് കണ്ട മനുഷ്യനാണല്ലോ ഞാന്, എനിക്ക് എന്ത് പറ്റി റബ്ബേ? എന്റെ കണ്ണിന് കാഴ്ചയില്ലല്ലോ. അപ്പൊ അള്ളാഹ് പറയും, എന്റെ ദൃഷ്ടാന്തം നിനക്ക് വന്നു കിട്ടിയിട്ട് നീ അതിനെ പരിഗണിച്ചോ? വകദാലിക്കൽ യൗമ തുൻസാ, ഇന്ന് നിന്നെയും ഞാൻ അങ്ങനെ മറക്കുകയാണ്. വകദാലിക്കൽ യൗമ തുൻസാ, ഇന്ന് ഞാൻ നിന്നെയും മറക്കുകയാണ്. 20-ാം അധ്യായം 124, 125, 126 വചനങ്ങൾ മനസ്സ് കൊടുത്തു നോക്കി, മനസ്സിലങ്ങോട്ട് തട്ടിച്ചു നോക്കി. അല്ല, ഇന്നിതൊക്കെ കഴിഞ്ഞിറങ്ങി, എന്നാലും അയാൾ അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ഇബിലീസ് ഗേറ്റായിട്ട് കടക്കുമെന്ന് ഇബിലീസ് വരും. ചങ്ങായി, മൂപ്പര് പറഞ്ഞതിൽ ചില ഫസാദ് ഉണ്ടാക്കി എനിക്ക് വകുപ്പുണ്ട്, ഇപ്പൊ തന്നെ വർക്ക് ചെയ്തൊന്നും ഉറങ്ങല്ലേ, ഫോൺ വിളിച്ചാളി, അറിയാവുന്നതിലൊക്കെ എന്നാ തോന്നുന്നെങ്കിൽ പോയി. അതല്ല, അയാൾ പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യങ്ങളില്ലേ എന്ന് വെച്ചാൽ ആ ഹക്കനുസരിച്ച് ജീവിക്കാൻ നോക്ക്. അപ്പൊ അള്ളാഹ് നിന്നെ സഹായിക്കും, പടച്ചോൻ നിന്നെ സഹായിക്കും. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയത്തെ എല്ലാവരും മനസ്സിലാക്കണം. അള്ളാന്റെ ഗ്രന്ഥം നമ്മളല്ലാതെ വേറെ ആരാ പഠിക്കുന്നത്? നമ്മളല്ലേ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അത് വിനയം കൊണ്ട് പൊട്ടിപ്പോകുമായിരുന്നു. നിങ്ങളുടെ ഹൃദയം എന്താ പൊട്ടാത്തത്? നിങ്ങളുടെ ഹൃദയം എന്താ അലിയാത്തത്? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്,
അള്ളാനെ ഓർത്തിട്ട് നിങ്ങളുടെ ഹൃദയം നടുങ്ങാനും അള്ളാഹ് അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾക്ക് വിധേയമാകാനും നിങ്ങൾക്ക് സമയായില്ലേ? വേദക്കാരെ പോലെ ആകാതിരിക്കാനും നിങ്ങൾക്ക് സമയായില്ലേ? എന്താ വേദക്കാർക്ക് പറ്റിയത്? കാലം ഇങ്ങനെ പോയപ്പോ അവരുടെ ഹൃദയം കടുത്തുപോയി. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുമ്പോ ഒരു നൂറ്റാണ്ടിന്റെ പതനകഥ പറയാനും കൂടി ഇതാവരുത്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുമ്പോ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പതനത്തിന്റെയും എന്ന് പറയാനൊരു അവസരം ഉണ്ടാക്കാതെ ഇനിയും ചൈത്രയാത്ര നടത്താൻ, നമ്മളല്ലാതെ ശിർക്കിന്റെ കോട്ടക്കൊത്തലങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ, തൗഹീദിന്റെ മാറ്റം പറയാൻ, അതുപോലെ ബിദ്അത്തെ വിഭാടനം ചെയ്യാൻ, സുന്നത്തിനെ പ്രതിഷ്ഠിക്കാൻ, അധർമ്മങ്ങൾക്ക് നേരെ പടപൊരുതാൻ, ധർമ്മം സ്ഥാപിക്കാൻ നമ്മളല്ലാതെ ആരാണ് ഈ ഭൂമിയിലുള്ളത്? അന്നബി സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സമീഅതു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ റആ മിൻകും മുൻകറാ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അളഫുൽ ഈമാൻ. ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടുക്കേണ്ടവർ ആ തെറ്റിനെ കൈകൊണ്ട് തടുക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് ആളുകളോട് ഇത് പറയണം. അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ടവരെ വെറുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസ. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കുക. ദീർഘിപ്പിക്കണില്ല, ആരോഗ്യമില്ലായിട്ടാ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ. പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി. എല്ലാവരും മനുഷ്യരല്ലേ, തെറ്റൊക്കെ പറ്റാം. സൂചിപ്പിച്ച് കൊടുത്തിട്ടും തിരുത്തണില്ലെങ്കിലല്ലേ കുഴപ്പം. സഹോദര, പരസ്പരം പറയും. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാ ബഅ്ദിൻ. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പര മിത്രങ്ങളാണ്. ആ മിത്രങ്ങൾ എന്ന നിലയിൽ ഏതേത് കാര്യങ്ങളെയും പരസ്പരം ചൂണ്ടിക്കാണിച്ച് തിരുത്തി ഒറ്റക്കെട്ടായി വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, ഞാനെന്ന് കുറച്ച് കാര്യങ്ങൾ ഇതുവരെ പറയാത്തത് നിങ്ങൾക്ക് പ്രകടമാകുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അറിയുക, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹക്ക് മാത്രമാണ് നമ്മുടെ ചിന്ത. സത്യത്തിലെത്തി മരിക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. മുജാഹിദായിട്ട് നാളെ നരകാവകാശികളുടെ കൂടെ ആട്ടിത്തെളിച്ച് അള്ള കൊണ്ടുപോകുമ്പോൾ വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുബറ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു മണ്ഡലം പ്രസിഡന്റ്, ഒരു പ്രബോധകൻ എന്ന നിലയ്ക്ക് ഞാൻ, പ്രാസംഗികര്, പണ്ഡിതന്മാര്, എഴുത്തുകാര്, ഇത് വരുന്ന രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മുജാഹിദ്, ഒരു യൂണിറ്റിലെ നേതാവ്, അനുയായികൾ, മുജാഹിദായവര് നാളെ നരകത്തിലേക്ക് അള്ള ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും വന്നാൽ പിന്നെ എന്തിന് നമ്മൾ മുജാഹിദായി? അതുകൊണ്ട് പടച്ചോനോർത്തിട്ട് വസ്തുതകൾ ശരിക്ക് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടിട്ട് ഒരാളെ കൂടെ നിങ്ങൾ നിൽക്കണ്ട. ഹക്കിന്റെ കൂടെ നമ്മൾ സുന്നികളോട് പോലും എന്താ പറയല്, ഞങ്ങൾ മെമ്പർഷിപ്പ് പോലും എടുക്കണ്ട, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളോടുള്ള സ്നേഹമാണ് എന്നല്ലേ നമ്മൾ പറയാറുള്ളത്, അല്ലേ? അത് നമ്മുടെ കാര്യത്തിൽ നമ്മൾ പ്രാവർത്തിയാക്കണ്ടേ. അള്ളാഹു ഖൈറാക്കട്ടെ. എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്. സ്വർഗണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുകൊണ്ടാണ്, നരകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചോനെ ശരിക്കും മനസ്സിലാക്കാനും പടച്ചോനെ ശരിക്കും ഉൾക്കൊള്ളാനും ആ പടച്ചോന്റെ നിയമങ്ങൾ പാലിക്കാനും അവനെ മാത്രം ആരാധിക്കാനും ഒരു മഖ്ലൂക്കിനെ ആരാധിക്കില്ല എന്ന് തീരുമാനിക്കാനും ശിർക്കിന്റെ അംശം പോലെ നമ്മളിൽ വരാതെ സൂക്ഷിക്കാനും ബിദ്അത്തിന്റെ അംശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിക്കാനും അധർമ്മം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാനും നാം അങ്ങേയറ്റം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവസരം ഉണ്ടായാൽ ഇതുപോലെ എല്ലാ മാസവും ഒരു ക്ലാസ്സുകൾ വെച്ചാൽ ഞാൻ വരും പ്രസംഗിക്കാൻ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എന്നെ തൃപ്തിയാണെങ്കിൽ അറിവ് നേടണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയും വിളിക്കാം. അള്ളാന്റെ ദീന് ശരിക്ക് പറയുന്ന ആരെയും നിങ്ങൾക്ക് വിളിക്കാം. അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. മരിച്ചു പോകുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ് സമാധാനം അടഞ്ഞ് മരിക്കുക കഴിയണം. അങ്ങനെ പടച്ചോനിലേക്ക് ഇർജി ഇലാ റബ്ബിക്ക് റാദിയത്തൻ മർദിയ എന്നുള്ളൊരു അവസ്ഥാവിശേഷം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തല നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അലം യഅലം ബി അന്നല്ലാഹ യറാ ഫഅൻദർതുകും
നാറംതലല്ലാ എന്ന ഈ 2 വചനങ്ങൾ ഓർത്തിട്ട് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാതെ അള്ളാനെ ഭയപ്പെട്ടിട്ട് എനിക്ക് റബ്ബിന്റെ മുമ്പിൽ നിൽക്കണല്ലോ എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ അള്ളാഹു ഈ സദസ്സിലുള്ളവരെയും നമ്മെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരാളോടും വിരോധവും വിധേയത്വവും ഇല്ലാത്ത, സത്യത്തോടും മാത്രം കൂറുപുലർത്തുന്ന ഒരു തെളിഞ്ഞ ഹൃദയം, ഒരു മുഖ്ലിസിന്റെ ഹൃദയം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ വിചാരണ ചെയ്ത് ഒരൊറ്റ ആളും നരകത്ത് പോകുന്ന അവസ്ഥയില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു ഇതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ മാനസിക പിശുക്കുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്ക് ഹക്കായി പറയാൻ അള്ളാഹു നമുക്ക് ധൈര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവ് കണ്ട് കണ്ണഞ്ചി പോകാതിരിക്കാൻ പടച്ചോ നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആ എല്ലാവിധ ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ഖുർആൻ കൃത്യമായി പഠിച്ച്, സുന്നത്ത് കൃത്യമായി പഠിച്ച് അതിനനുസൃതമായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസീ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.